सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। നമ്മൾ ജീവാത്മാവ് പരമാത്മാവ് ഈ സങ്കല്പം തന്നെ ഔപനിഷദികമായി വന്ന ഏറ്റവും ചരിത്രപ്രസിദ്ധമായ ശ്ലോകത്തിലായെത്തി നിൽക്കുന്നു. ജീവാത്മ പരമാത്മ ശബ്ദങ്ങൾ പര്യായങ്ങളാണെന്ന് പറയുവാൻ പോലും പിന്നീട് പുരാണകാരന്മാർക്ക് ഇടയാക്കിയ ശ്രൗതമായ ശ്ലോകാർത്ഥേന പ്രവക്ഷ്യാമി യദുക്തം ഗ്രന്ഥകോടിഭി ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവനാപര എന്നാൽ ശങ്കര സിദ്ധാന്തത്തിൻ്റെ ആവിർഭാവത്തിനും കാരണമായി തീർന്ന ഏറ്റവും ചാരുതയുള്ള ഒരു രൂപീകരണം, ഒരു കാൽപ്പനിക ഭാവന. ശ്ലോകം ചൊല്ലുകയെന്ന് തോന്നുന്നു അല്ലേ? ദ്വാ സുവർണ സയുജ സഖായ സമാനം വൃക്ഷം പരിഷസ്വജാതി തയോരന്യ പിപ്പലം സ്വാദ്വത് അനശ്നൻ അന്യോ അഭിജാകശീതി. ഇതാണ് ശ്ലോകം. അതിലൊന്ന് അഭിജാകശീതി, നോക്കിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു? അന്യഹ അനശ്നൻ അഭിജാകശീതി. മനസ്സിനെ വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഇവിടെ ഇരിക്കാൻ ഭാഷ, ഇവിടെ തന്നെ ഇരിക്കാം. അത് സാരില്ല, ശാലനേരം അനശ്വനായിട്ട് ഒന്ന് നോക്കിയിരിക്കുന്നു. എനിക്ക് പലതാകണം എന്ന് ആദ്യമായി ഏകവും അദ്വയവുമായ ബ്രഹ്മത്തിൽ ഭാവം വന്നിട്ടാണ് പലതായിത്തീരുക എന്ന പ്രക്രിയയെ ഉണ്ടായതും സൃഷ്ടിയെ സംഭവിച്ചതും. സമാന രൂപങ്ങളോടുകൂടിയ അനേകം പ്രജകളെ സൃഷ്ടിക്കാനിടയായതാണ്. ഇങ്ങനെ സൃഷ്ടിച്ചിട്ടും ജീവാത്മാവായി വിലസുന്ന ചരാചര ജഗത്തിലെ മുഴുവൻ ജീവനും ഉണ്ട് രസിക്കുന്നു. ഒന്ന്, ഒന്നും ഭുജിക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ രണ്ടെണ്ണത്തിനെ അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. രണ്ടും ചേർന്നിരിക്കുന്നവ, സയുക്കുകളായവ, സയുജ സയുക്കുകളായും എപ്പോഴും ചേർന്നിരിക്കുന്നവ. ജീവിതത്തിൽ ഏതെങ്കിലും സംഘർഷം മനുഷ്യനുണ്ടാകുന്നു എങ്കിൽ അത് ആത്മബോധവുമായി ബന്ധപ്പെട്ടതല്ല.
ഏതെങ്കിലും സംഘർഷമുണ്ടാകുന്നുവെങ്കിൽ അത് ലൗകികമായി ബന്ധപ്പെട്ടതുമല്ല. പിന്നെ എവിടുന്നാണ് സംഘർഷം വരുന്നത്? ലൗകികമായി ബന്ധപ്പെട്ട് ലോകത്തൊരാൾക്കും ഒരു നിമിഷം പോലും സംഘർഷം ഉണ്ടാവില്ല. കാരണം ലൗകികം ജഡമാണ്. ജഡമായത് ഒരിക്കലും നിങ്ങളെ ദുഃഖിപ്പിക്കില്ല. ആത്മാവ് പൂർണ്ണവും കേവലവുമാണ്. അത് നിങ്ങളെ ഒരു തരത്തിലും ദുഃഖിപ്പിക്കില്ല. പിന്നെ എവിടുന്നാണ് ഈ ദുഃഖമെല്ലാം? ചേരുന്നിടത്തുനിന്നാണ്. എങ്ങനെ ചേരുന്നിടത്തുനിന്നാണ്? അസമ്യക്കായ, സമ്യക്കല്ലാത്ത ചർച്ചയിലാണ്. അധ്യാസമാണ് സുഖവും ദുഃഖവും. സുഖം സമ്യക്കായ ആത്മവിഷയ സംയോഗത്തിലും അസമ്യക്കായ ആത്മവിഷയ സംയോഗത്തിലും സുഖവും ദുഃഖവും വരുന്നു. അതുകൊണ്ട് ആദ്യം മുതലേ ഇതിൻ്റെ യോജിപ്പിൻ്റെ തന്ത്രമാണ് ഒരാൾ പഠിച്ചു വയ്ക്കേണ്ടത്. യാതൊരുവൻ സാക്ഷിയായിരിക്കുന്ന, എപ്പോഴും ചേർന്നിരിക്കുന്ന സയുക്കുകളായ രണ്ടെണ്ണത്തില് ചേർന്ന് നിന്നുകൊണ്ട് മാത്രമാണ് വിഷയങ്ങളെ അനുഭവിക്കുന്നത് എങ്കിൽ എത്രത്തോളം ഏത് വിഷയം അനുഭവിച്ചാലും ദുഃഖം ഉണ്ടാവില്ല. ഇതാണ് ഇതിൻ്റെ ഫോർമുല. പക്ഷെ ഇതിന് പൂർവകർമ്മങ്ങളോ പൂർവവാസനകളോ എളുപ്പം സമ്മതിക്കില്ല. ഈ ചേർച്ചയ്ക്ക് അനുസരിച്ച് വിധിയാം വണ്ണം ഉണ്ടാക്കിയതാണ് മുമ്പ് കണ്ടത്. അത് മറന്നുപോകരുത്. അപ്പൊ ആ ഗുണത്തിനനുസരിച്ചായിരിക്കണം കർമ്മങ്ങൾ. അതിൽ വേറെ താല്പര്യങ്ങൾ വരുമ്പോഴേ പ്രോബ്ലം ഉള്ളൂ. ലോകത്തുള്ളതൊക്കെ തന്നെയാണ് നിങ്ങൾ ഭുജിക്കാൻ പോകുന്നത്. എന്തുകൊണ്ട് ഒരു കാര്യം പരസ്യമായി, കള്ളക്കടത്ത്, കരിഞ്ചന്ത, നിരോധിച്ചിരിക്കുന്നതായ കാര്യങ്ങളുടെ ചെയ്യൽ, ഇവയൊക്കെ പരസ്യമായി ചെയ്യുന്നവനെ പോലും മാധ്യമങ്ങളോ ഉദ്യോഗസ്ഥരോ നിയമമോ ഒരിക്കൽ പോലും അങ്ങനൊന്നുണ്ടെന്ന് ശ്രദ്ധിക്കാതെ പോലും ഇരിക്കുമ്പോൾ അബദ്ധത്തിൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം ചെന്ന് ഏതിലെങ്കിലും പെടുന്നവനെ എങ്ങനെ വേട്ടയാടി പിടിക്കുന്നു? അതിനുത്തരം നിങ്ങൾ കണ്ടെത്തുമ്പോഴാണ് ഇത് വിചിത്രമാകുന്നത്. ഈ ലോകത്ത് ഏതൊരാൾക്കും അറിയാവുന്നൊരു വസ്തുത, ലോകാരംഭം മുതൽ ഇന്നുവരെ അരുതെന്ന് ശ്രുതിയോ സ്മൃതിയോ ബുദ്ധിജീവികളോ പറഞ്ഞതെല്ലാം ഈ ലോകത്തുണ്ട്. ഒരു കാലത്തും അതൊന്നും ഇല്ലാതിരുന്നിട്ടില്ല. ഇല്ലാതിരിക്കുകയുമില്ല. ആരെങ്കിലും ഒരാൾ പറയുകയാണ് കാലത്തെ വെച്ച്, ബാഹ്യകാലത്തെ വെച്ച്
ഇതൊന്നും ഇല്ലാത്ത ഒരു നല്ല കാലമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ പൂർവ ജന്മത്തിൽ അയാളിൽ അതുണ്ടായിരുന്നു എന്നേ അർത്ഥമാക്കണ്ടു. അതിൻ്റെ അനുഭവം അയാൾക്കുണ്ട്. അന്ന് അങ്ങനെയായിരുന്നു. ഇന്ന് അയാൾ കുറച്ചുകൂടി അധപ്പതിച്ചത് കൊണ്ട് ഇന്ന് ഇതെല്ലാമുള്ള ഒരു ലോകത്ത് അയാൾക്ക് ജീവിക്കേണ്ടി വരുന്നു എന്ന് മാത്രം അർത്ഥമാക്കിയാൽ മതി. ഞാൻ പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞാലും. ഇന്നലെ എൻ്റെ കണ്ണിൽപ്പെടാതെ ഞാൻ എൻ്റെ ജീവിതം ധന്യമായി കൊണ്ടുപോയിട്ട് ഇന്ന് ഈ ജന്മത്തിൽ എൻ്റെ കണ്ണിൽപ്പെട്ടിരിക്കുന്നു, ഞാനത് കാണുന്നു, അസ്വസ്ഥനാകുന്നു. ജനാധിപത്യത്തെ അറിയാതെ, ഭരണത്തെ അറിയാതെ, ഇവിടുത്തെ നിയമങ്ങളെ അറിയാതെ ഒക്കെ ജീവിക്കുന്ന ആളുകൾ ഇന്നുമുണ്ട്. മനസ്സിലായോ എന്നറിയില്ല. ഇതൊക്കെ അറിഞ്ഞ് ജീവിക്കുന്നവരും ഇന്നുമുണ്ട്. ഇതിൻ്റെ അകത്ത് എവിടെയെല്ലാം കുഴപ്പങ്ങളുണ്ട് അതിലൂടെ മാത്രം ജീവിക്കുന്നവരും ഇന്നുമുണ്ട്. 1000 കളവുകളും 1000 ചതിയും 1000 തട്ടിപ്പറിക്കലും 1000 വൃത്തികേടും കാണിച്ചിട്ടും ഒരു പ്രാവശ്യം പോലും ശിക്ഷിക്കപ്പെടാതെ അതിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? നിയമത്തിൻ്റെ കണ്ണിൽപ്പെട്ടാൽ അവൻ അകത്തു പോകേണ്ടതല്ലേ? പക്ഷേ കണ്ണിൽപ്പെട്ടതിൽ നിയമനിർമ്മാണത്തിൽ അവനെ രക്ഷിക്കാൻ താല്പര്യം അങ്ങോട്ടെടുത്ത് അവന് വേണേ ഒരു സഹായവും കൂടെ ചെയ്യുന്ന ആ നിയമനിർമ്മാണത്തിൻ്റെ രംഗത്തുള്ളവനായിരിക്കും അവനോട് ഇടപെടുന്നത്. നിങ്ങൾ എങ്ങനെ കളിച്ചാൽ അപ്പോൾ ഇതിൻ്റെ നീതി എവിടെയാണ്? ഇതുണ്ടെന്ന കാര്യം നിങ്ങൾക്ക് സമ്മതമാണെന്ന് തോന്നുന്നു. അല്ല, രാപകൽ പ്രയത്നിച്ചിട്ട് എങ്ങും എത്താതെ തുഴഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഒരു പ്രയത്നമില്ലാതെ നടന്നു എന്ന് കയറുന്നവർ ഒരുപാട്. എങ്ങനെ? ഇവിടെയാണ് ഇതിൻ്റെ പൂർവികമായി നാം പഠിച്ച വാസന. ഗുണം ഗുണത്തോടാണ് ചേരുന്നതെങ്കിൽ ഒരു സംഘർഷവും ഇല്ല, ദുഃഖവും ഇല്ല. അതിനനുഗുണമായാണ് ചിന്തയെങ്കിൽ ദുഃഖമില്ല. ഗുണം വിപരീതമായി ചേരുന്നതാണ് ദുഃഖം. മോഷണത്തിന് തക്കവണ്ണമുള്ള ഗുണങ്ങളോടുകൂടിയ ജന്മമുണ്ടായിട്ട് അവനെ മോഷ്ടിക്കാൻ യാതൊരു സാഹചര്യവും ഇല്ലാത്തിടത്ത് പഠിപ്പും തൊഴിലുമാക്കി നിർത്തിയാൽ അവനും അവിടെ ഉള്ളവർക്കും ദുഃഖമായിരിക്കും. അതുകൊണ്ട് ആധുനികർ വിശ്വസിക്കുന്ന ഇതൊക്കെ പഠിപ്പിച്ചു മാറ്റാം എന്നൊക്കെ വിചാരിക്കുന്നത് അത്ര എളുപ്പമല്ല. പതുക്കെ അത് മാറി വരുള്ളൂ. പഠിപ്പിലൂടെ വരുന്നത് പതുക്കെ മാറുള്ളൂ. എന്നാലും ഒരു അനുകൂല പരിതസ്ഥിതി വന്നാൽ വാസന ചാടും. പഠിച്ച് സമഷ്ടിയിലെത്തി വേണം അത് രൂപാന്തരപ്പെട്ടു വരാൻ. അതിൽ സയുക്കുകളായിരിക്കുന്ന ഈ രണ്ടെണ്ണം
വിഷയങ്ങളിലേക്ക് ചേരാതെ മോളിലേക്ക് ചേർന്നാൽ തൻ്റെ കൂട്ടുകാരനായ ഒന്നിച്ചുള്ള സഖാവായ ഈ രണ്ട് പക്ഷികളിൽ ഒന്ന് ആത്മരതി അനുഭവിക്കാൻ ചേരുന്നു എങ്കിൽ സമ്യക്കായിട്ടുള്ള യോജിപ്പാണ്. അതിലിരുന്നു കൊണ്ട് അനുവൃത്തി മാത്രമായി വിഷയഭോഗങ്ങളെ അനുഭവിക്കുന്നതൊന്നും ദുഃഖപൂർണമായിരിക്കില്ല. സാക്ഷിയെ അവിടെ നിർത്തി ജീവാത്മാവ് വിഷയലോകങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഈ ദുഃഖമെല്ലാം ഉണ്ടാകുന്നത്. സാക്ഷിയെ പൂർണ്ണമായി മറച്ച് ഗുണസന്നികർഷം കൊണ്ട് പൂർണ്ണ അജ്ഞാനത്തിൽ വിഷയങ്ങൾ മാത്രമാണ് സത്യം എന്ന് ബോധ്യമുള്ളതിനാൽ സാക്ഷിയില്ല എന്നുറച്ച് വിഷയങ്ങളിലേക്ക് പോകുന്ന അജ്ഞാനിക്കും ദുഃഖമില്ല. ദുഃഖത്തിന്റെ കളി എവിടെയാണ്? ദുഃഖം ആധ്യാത്മികമല്ല, ദുഃഖം ഭൗതികമല്ല. ആ ചേർച്ചയുടെ ഒരു തന്ത്രത്തിലാണ്. അത് കിട്ടിയെങ്കിലേ ഇത് പഠിക്കാൻ പോയിട്ട് കാര്യമുള്ളൂ. അതാണ് സാമ്പ്രദായികന്മാരുടെ കയ്യിലിരിക്കുന്ന ജ്ഞാനം. അത് അവർക്കേ അറിയുള്ളൂ. മറ്റത് ദുഃഖം ആധ്യാത്മികമാണെന്നോ ഭൗതികമാണെന്നോ പഠിച്ചു വെക്കും. രണ്ടും അബദ്ധവും. രണ്ടു കൂട്ടരും ദുഃഖിക്കുന്നു എന്നുള്ളത് സത്യവുമാണ്. രണ്ടുമായി നീങ്ങുന്നവരും ദുഃഖിക്കാതിരിക്കുന്നുണ്ട് എന്നതും സത്യമാണ്. ഗുണങ്ങളിൽ വീണ് അജ്ഞാനിയായി തീർന്ന് ആത്മാവെന്നൊന്നില്ല എന്നുറച്ചു പോകുന്ന സന്തുഷ്ടരായ ആളുകൾ ധാരാളമുണ്ട്. മനസ്സിലായില്ല? ഒരു സംഘർഷവും. പ്രകൃതിയാണെങ്കിൽ ആ അജ്ഞാനിയുടെ പുറകെ ഒരു കുഴപ്പത്തെയും അയക്കുന്നുമില്ല. മനസ്സിലായില്ല? അറിയുന്നില്ല. അവനവന്റെ നാട്ടിലാണെ ഗതികേടായി. എവിടെയും അവിടെ ഒന്നും അവന് ദുഃഖമോ പ്രശ്നമോ സങ്കീർണതയോ വരുന്നില്ല. സുഖമായി പോവുകയും ചെയ്യും. എപ്പോഴാണോ ഇവന്റെ സാക്ഷി ഈ നേരത്തെ കണ്ടതിനെ എടുക്കാൻ തുടങ്ങുന്നത്, അപ്പോഴാ ദുഃഖം വരുന്നത്. അതുവരെ ഈ നിയമങ്ങളൊന്നും ബാധകമല്ല. അതുകൊണ്ട് ഗുണങ്ങളുമായി ചേർത്ത് പഠിച്ചിട്ട് മാത്രമേ പഠിപ്പിനൊരുങ്ങാവൂ. അത് വരുമ്പോ സ്വാഭാവികമായി വന്നു വീഴുന്നതാണ്. അസ്വാഭാവികമായി ഉണ്ടായിട്ടുള്ള മതബോധനങ്ങളാണ് കൃത്യമായി പറഞ്ഞാൽ മാനവ ദുഃഖം. അസ്വാഭാവികങ്ങളായി ഉളവായിട്ടുള്ള ലൗകിക താല്പര്യങ്ങളാണ് മാനവ ദുഃഖം. രണ്ടെണ്ണ പറഞ്ഞേ.
ലൗകിക വിഷയങ്ങളെ അതിനുള്ള പ്രകൃത്യാ ഉള്ള ഗുണങ്ങളില്ലാതെ അനുകരണാത്മകമായി അനുഭവിക്കുവാൻ പോകുമ്പോഴാണ് മൂല്യങ്ങൾ ശോഷിക്കുന്നതും ദുഃഖമുളവാകുന്നതും. ക്ഷാത്രഗുണം തീരെയില്ലാത്തവൻ ഭരണരംഗങ്ങളിൽ കയറിക്കൂടുക, ഭൗതികങ്ങളായ വിദ്യാഭ്യാസ യോഗ്യതകൾ അവയൊന്നും ഇതിന് മതിയാകുന്നതല്ല. അച്ഛനമ്മമാരുടെ താല്പര്യങ്ങൾ അത് മതിയാകുന്നതല്ല. ഭരണത്തിലിരുന്ന ഭർത്താവിൻ്റെ മരണം, അച്ഛൻ്റെ മരണം, അതുകൊണ്ട് ഭാര്യയ്ക്കോ മക്കൾക്കോ കയറിക്കൂടാവുന്നതല്ല. ഈ പാരമ്പര്യങ്ങളെയൊക്കെയാണ് അതിനിശ്ചിതമായും ശക്തമായും ആധുനിക ഇന്ത്യൻ പോളിറ്റി എതിർക്കുന്നത്. അതിൻ്റെ അകത്തളത്തിൽ ഇത് മാത്രമാണ് ആരാധനീയമായത്. മനസ്സിലായോന്നറിയില്ല. രാജാക്കന്മാർക്കെതിരെയും ഭരണത്തിനെതിരെയും ഉണ്ടായിരുന്ന ഇന്ത്യൻ പോളിറ്റിയുടെ ആക്ഷേപങ്ങളിൽ ഏറ്റവും പ്രധാനമായത് മറ്റുള്ളവരുടെ ചാൻസ് കളയുകയും ഒരു പരമ്പരയായി തന്നെ അവർ പോരുകയും ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഏത് ലോക്കൽ നേതാവ് ഏത് പ്രസ്ഥാനത്തിൽ മരിച്ചാലും അവൻ്റെ കുടുംബാംഗങ്ങൾ എങ്ങനെയെങ്കിലും കയറിപ്പറ്റാവോ എന്ന് നോക്കുന്നിടത്താണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഗുണം അവിടെയില്ല. അപ്പോൾ വിഷയങ്ങളുടെ ലോകം അനുഭവിക്കുമ്പോൾ അവനും ആ ലോകവും ദുഃഖമാവും. ആദ്യം ആനന്ദം ആഗ്രഹിക്കുന്നു, അസ്വസ്ഥത ആഗ്രഹിക്കാതിരിക്കുന്നു എങ്കിൽ ഒരുവൻ തിരിച്ചറിയേണ്ടത് തൻ്റെ ഗുണങ്ങളെയാണ്. അതിനനുഗുണമായി എന്ന് തനിക്ക് കർമ്മം ചെയ്യുവാൻ പറ്റുന്നുവോ അന്ന് അവൻ ശാന്തനും ലോകോപകാരിയും ആനന്ദമഗ്നനുമായിരിക്കും. ഒരു ലൗകിക വിഷയവും അവനെ ദുഃഖിപ്പിക്കില്ല. ഇതാണ് അതിൻ്റെ ലൗകിക നീതി. പൂർവവിദ്യാഭ്യാസം, പൂർവപരിചയം ഇവയൊന്നും ലൗകികമായൊരു കർമ്മത്തിലും ഗുണം നിങ്ങളിൽ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ ബാധകമല്ല. ഇത്രയാ പ്രകടമായി പറഞ്ഞേ. ഗുണമാണ് ആ അറിവ്. അതിൻ്റെ ചേർച്ച വരുമ്പോൾ, കർമ്മത്തോട് ഗുണം ചേരുമ്പോൾ അതിൽ നിങ്ങൾ പൂർണ്ണമായ അറിവുള്ളയാളായി തീരുകയാണ്. എതിർച്ഛയാ, യാതൊരു സർട്ടൻറ്റിയുമില്ലാതെ. ഇത് തിരിച്ചറിയാനൊരു എളുപ്പമുണ്ട്. ഒരു കർമ്മകലാപം നടക്കുന്നിടത്ത് പോയി നിങ്ങളൊരു അല്പനേരം നിന്നാൽ അതിപരിചയ സമ്പന്നനായവൻ ചെയ്യുന്നതും സമയം കളയുന്നതും
വസ്തുവിനെ കളയുന്നതും കാലം, അവൻ്റെ ആയുർദൈർഘ്യം, അവനുപയോഗിക്കുന്ന വസ്തുക്കളുടെ വിനാശം, ഇവയെ കണ്ടു നിൽക്കുമ്പോൾ ഒരു ക്ഷണനേരം കൊണ്ട് അത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എന്ന് യാദൃച്ഛികമായി ബോധ്യപ്പെടുകയും ക്ഷണനേരം കൊണ്ട് അത് ചെയ്തു കൊടുക്കുകയും അവനും ആ വസ്തുവും നിങ്ങളും സന്തുഷ്ടമാവുകയും ചെയ്യുന്നുവെങ്കിൽ അത് നിങ്ങളുടെ കർമ്മമാണ്. ഇതിനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളെയും വിദ്യാഭ്യാസവും ജനാധിപത്യവും ഭരണവും നിഹനിക്കുന്നു. അതുകൊണ്ട് ലോകം ദുഃഖപൂർണമാകുന്നു. ഇതിനനുഗുണമായൊരു വ്യവസ്ഥാപിത നിയമം വർണ്ണാശ്രമധർമ്മങ്ങളിലൂടെ അല്ലാതെ സാധിച്ചെടുക്കാൻ സാധ്യവുമല്ല. ഇതാണ് സത്യം. വ്യക്തിയുടെ സാമൂഹിക പ്രതിബദ്ധത മുഴുവൻ കർമ്മങ്ങളിൽ ദുഃഖമില്ലാതെ പോകാൻ ഇതാണ് വഴി. ഗുണങ്ങൾ ഒന്നിനായി കാത്തിരിക്കുമ്പോൾ, ഗുണസന്നികർഷം ഒരു കർമ്മത്തിനായി കാത്തിരിക്കുമ്പോൾ അതിൽ ദത്തമായ മനസ്സ് നിയമപൂർവകമായി കിട്ടിയ തൊഴിലിലോ സാഹചര്യ സംബന്ധിയായി ഉണ്ടാക്കിയെടുത്ത ചുറ്റുപാടിലോ ഏകാഗ്രമാകുന്നില്ലെന്നു മാത്രമല്ല, സ്വയം ദുഃഖിക്കുകയും തപ്തനിശ്വാസങ്ങൾ ഉതിരുകയും അവ ഉപയോഗിക്കുന്ന സസ്യങ്ങളും അതിൽ നിന്ന് ആഹാരം പാചകം ചെയ്തെടുക്കുന്ന സസ്യങ്ങളുടെ ആഹാരം ഭുജിക്കുന്ന മനുഷ്യനും ജന്തുജാലങ്ങളും എല്ലാം സമാജത്തിൽ അസ്വസ്ഥമാകും. ഇതിനെ പാശ്ചാത്യ സംസ്കൃതി എന്ന് പരസ്യമായി വിളിക്കാം. നൂറ്റാണ്ടുകളായി അവർ ഇങ്ങനെയാണ് ജീവിച്ചത്. അതുകൊണ്ട് ആ വിദ്യാഭ്യാസവും ആ പഠനവും ആ തീരുമാനങ്ങളും ആ നിയതിയും എന്നുവരെ നിങ്ങൾ പിന്തുടരുന്നുവോ അന്നുവരെ നിങ്ങളും നിങ്ങളുടെ ചുറ്റുപാടുകളും ദുഃഖിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. തീർച്ചയായും നിങ്ങൾക്ക് ഏകാഗ്രത ആ കർമ്മത്തിൽ സ്വച്ഛന്തതയിൽ ലഭിക്കുന്നുണ്ടെങ്കിലാണ് അതിൽ നിങ്ങൾക്ക് ഗുണമുള്ളത്. അതിലൂടെ പോകുമ്പോഴാണ് നിങ്ങൾ ശാന്തമാകുന്നത്, ചുറ്റും നിൽക്കുന്നവർ ശാന്തമാകുന്നത്. ശാന്തി ആർക്കും ഇഷ്ടമല്ലാത്തത് കൊണ്ട് അത് കലാപം ഉണ്ടാക്കാനായി പോകുന്നത്. മാറ്റിയിരുത്തി ചോദിച്ചാൽ ഒന്നും അതിനെക്കുറിച്ച് അറിയില്ല. സമൂഹത്തിൽ ഇടപെടുമ്പോൾ അതിൽ സർവജ്ഞനുമാണ്. അത് അല്ലെന്ന് സമ്മതിക്കാനാവില്ല. ഇതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഇന്നത്തെ ഗതി. സാർവലൗകിക വിദ്യാഭ്യാസത്തിൻ്റെ ഗുണം ഇതാണ്. അവിടെ തൻ്റെ ഗുണത്തിലേക്കല്ല, ഒരു ദൃഷ്ടി പോലും തന്നിലേക്കല്ല, കയറിയിരിക്കാനുള്ള കസേരയിലേക്കാണ്, അതിൽ നിന്ന് വരുന്ന വരുമാനത്തിലേക്കാണ്. അതുകൊണ്ട് ഉത്തമങ്ങളായ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള എല്ലാ രംഗങ്ങളിലും വരുമാനം പണ്ടുള്ളവർ കുറച്ചിരുന്നു.
മനസ്സിലായില്ല. അധ്യാപകന് ഒരു മാസം 14 രൂപ, 20 ദിവസമേ പഠിപ്പിക്കുകയുള്ളൂ എന്ന് സങ്കല്പിച്ചോളൂ. വിരോധമില്ല, പെൻഷനില്ല, ഗ്രാറ്റുവിറ്റി ഇല്ല. 14 രൂപ. വീട്ടിൽ പണിയെടുക്കാൻ വരുന്ന കിളയ്ക്കുന്നവന് ഒരു ദിവസം 1.5 രൂപ. ഒരു ദിവസം 20 ദിവസം പണിതാൽ 35 രൂപ. അധ്യാപകന്റെ ശമ്പളത്തിൻ്റെ ഇരട്ടിയും പകുതിയും. ശരിയല്ല? അങ്ങനെ വരുമ്പോൾ കിളയ്ക്കാനല്ലാതെ അധ്യാപകനാകാൻ ആരും മത്സരിച്ചു പോവില്ല. മനസ്സിലായില്ല? വൈദ്യം ആർക്ക് വേണമെങ്കിൽ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ 10 പൈസ വാങ്ങാൻ പാടില്ല. അവനവൻ്റെ പറമ്പിൽ പണിയെടുത്തുണ്ടാക്കുന്ന കാശ് കൊണ്ടുപോയി മരുന്ന് വാങ്ങിക്കൊണ്ടുവന്ന് അരച്ചുരുട്ടി ഗുളികയാക്കി അന്യർക്ക് കൊടുക്കണമെങ്കിൽ അത് വാസനയും ഗുണമുള്ളവൻ മാത്രമേ ചെയ്യുള്ളൂ. അല്ലാത്തവൻ ആ രംഗത്തേക്ക് എത്തി നോക്കൂല. മനസ്സിലായില്ല? ഒരു മത്സരവും പഠിക്കാനുണ്ടാവില്ല. ഒരു വരുമാനം ഇല്ലാത്തതിന് പഠിക്കാൻ പോണ്ട. എനിക്കത് പോയേ പറ്റുള്ളൂ. വരുമാനം ഇല്ലെങ്കിലും അവനെ പോയി പഠിക്കുകയുള്ളൂ. ഗുണങ്ങളെ നിലനിർത്തണമെങ്കിൽ മത്സരത്തിന് പറ്റുന്ന വരുമാനം ഉണ്ടാവരുത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ആൾ, കിളയ്ക്കാൻ പോയ ഒരാൾ സ്വാഭാവികമായി എന്തെങ്കിലും ഒരു വൃത്തികേട് കാണിച്ചാൽ അത് ശാസ്ത്രത്തെ ബാധിക്കില്ല. കിളയ്ക്കേണ്ടവൻ ഇവിടെ വന്ന് ഏകാഗ്രതയില്ലാത്തത് കൊണ്ട് മരുന്നരയ്ക്കുന്നതിൽ ഏകാഗ്രത ഉണ്ടാകാതെ, മരുന്നെടുക്കുന്നതിൽ ഏകാഗ്രത ഉണ്ടാകാതെ എന്തെങ്കിലും അതിനകത്ത് നിൽക്കുമ്പോൾ ഒരു വൃത്തികേട് കാണിച്ചാൽ അയാളെയല്ല ബാധിക്കുക, ആ ശാസ്ത്രത്തെ. അതാ ഇന്ന് നിങ്ങൾ പത്രത്തിൽ വായിച്ച് രസിക്കുന്നതല്ല. ഏതാണ് അടുക്കോടെ രൂപപ്പെട്ടത്? നേരത്തെ നമ്മൾ വളരെ പഠിച്ചു വച്ചിരിക്കുന്നതാണ് ചാതുർവർണ്ണയവും ആശ്രമധർമ്മവും. ഓർമ്മയുണ്ടാവും. ഇതിൻ്റെ തൊട്ടുമുമ്പാ പഠിച്ചേ. അതിന് കാരണമായ ഗുണങ്ങളെ ഭുജിക്കുന്ന, ഇവിടെ ഭുജിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തിനെ ഭുജിക്കുന്നു? ഗുണങ്ങളെ ഭുജിക്കുന്നു. നിങ്ങളുടെ ഗുണങ്ങളാണ് ഭുജിക്കാൻ കാരണമായി തീരുന്നത്. നിങ്ങളുടെ ഓരോ കോശത്തിൻ്റെയും ദേവത സമഗ്രമായി വന്ന് ഏത് ഭുജിക്കാൻ ഇഷ്ടപ്പെടുന്നുവോ, നിങ്ങളുടെ ആഹാര നീഹാരാദികളും നിങ്ങളുടെ ശബ്ദസ്പർശ രൂപരസഗന്ധാദി വിഷയങ്ങളുടെ അനുഭവവും നിങ്ങളിൽ അദമ്യമായി കിടക്കുന്ന ഒരാഗ്രഹമാണ്. അതിനെ നിങ്ങളുടെ അച്ഛൻ്റെ സ്ഥാനമാനങ്ങളോട് ചേർത്തോ, നിങ്ങളുടെ അമ്മയുടെ സ്ഥാനമാനങ്ങളോട് ചേർത്തോ, തറവാടിത്തത്തോട് ചേർത്തോ, നിങ്ങളുടെ പഠിപ്പിനോട് ചേർത്തോ ആക്കുമ്പോൾ നിങ്ങൾ നിയന്ത്രിക്കേണ്ടി വരും. നിയന്ത്രിക്കുമ്പോൾ അറിവുള്ള നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ബോധപൂർവം തെറ്റിയേണ്ടി വരും. ചുരുക്കത്തിൽ രാമനെ സൃഷ്ടിക്കേണ്ടതിന് പകരം വിദ്യാഭ്യാസം പണ്ഡിതനായ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്ന രാവണനെ സൃഷ്ടിക്കും. ഇതാണ് മിത്തിക്കൽ എക്സ്പ്രഷൻ. ഇതിൻ്റെ മനസ്സിലാവുമെങ്കിൽ ഞാൻ നിർത്തി പറയുന്നത് അങ്ങേയറ്റം മനസ്സിലാക്കിയെടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. ഇതെന്നിലും നിങ്ങളിലും നടക്കുന്ന പ്രക്രിയ ഇത് മാത്രമാണ്. വാസന നിർബന്ധിക്കുന്നു, അറിവ് തടയുന്നു. വാസനയ്ക്കനുഗുണമായി ഈ അറിവും ഈ സ്ഥാനമാനങ്ങളും ഉള്ളപ്പോൾ നേരിട്ടത് ചെയ്യാനാവില്ല. ശരിയല്ല?
അപ്പോൾ ഒരുപാട് ഏടാകൂടങ്ങൾ ഉണ്ടാക്കേണ്ടി വരുന്നു. രാവണത്വം വളരുന്നു, കലാപങ്ങൾ ഉണ്ടാകുന്നു. വാസനയിലൂടെയാണ് നിങ്ങൾ പോകുന്നത്, അജ്ഞാനത്തിലെങ്കിൽ ആ ഭാഗത്തൊന്നും ഒരു പ്രശ്നവുമില്ല. അതാണ് ഞാൻ ആദ്യം തുടക്കത്തിൽ നിങ്ങൾ എന്നോട് തിരിച്ചു മറുപടി പറയാതിരിക്കാൻ ഒരു വടി അവിടെ വെച്ചത്. ലോകാരംഭം മുതൽ ഇന്ന് വരെ ലോകത്തുള്ള എല്ലാ തെറ്റുകളും അധർമ്മങ്ങളും ലോകത്ത് നിലനിൽപ്പുണ്ട്. അവയിൽ ഒന്നിനെപ്പോലും ഒരു ഭരണാധികാരിയും ഒരു ന്യായാസനവും സ്പർശിക്കുന്നില്ല. സ്പർശിക്കില്ല. മോളിൽ നിന്നുള്ള നിയമത്തിന് അപ്പുറത്തേക്ക് കിടക്കാൻ ഒരാൾക്കും പറ്റില്ല. ഗുണങ്ങളിലൂടെ നിങ്ങൾക്ക് സ്വച്ഛന്തമായി പോകാം. അതിനോട് ഇഷ്ടംപോലെ സാഹചര്യമുണ്ട്. നിങ്ങൾക്കുള്ള ഒരു ഗുണം പോലും തടഞ്ഞു നിർത്തേണ്ടതില്ല. ഗുണത്തെ തിരിച്ചറിയാത്തതല്ല പ്രശ്നം. ഗുണത്തെ തിരിച്ചറിയുന്നത് ആ വ്യക്തിയാണ്. അയാൾക്ക് തിരിച്ചറിയാം. ഗുണമറിയാത്ത ഒരാളുമില്ല. കാരണം വെച്ചാൽ ആ അറിവാണ് അതിൻ്റെ മൂല്യമായി ആദ്യം വെച്ചിരിക്കുന്നത്. ആ അറിവ് ഉണ്ടായിട്ടാണ് ഗുണം അപ്പുറത്തിരിക്കുന്നത്. ഗുണമറിയാത്തത് കൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്. തൻ്റെ ഗുണത്തിനനുസരിച്ചുള്ളത് മാന്യമല്ല എന്ന ബോധമാണ് പ്രശ്നമാകുന്നത്. ലാഭം മാത്രമല്ലത്, അതിനകത്ത് ലാഭം, മാന്യത, ഒരുപാട് ഘടകങ്ങളുണ്ട്. അവിടെയാണ് പ്രശ്നം. ഒട്ടേറെ ഘടകങ്ങളുണ്ട്. ചിലപ്പോൾ ലാഭമാണ്, ചിലപ്പോൾ മാന്യതയാണ്. എന്നാൽ അമാന്യമായതൊക്കെ ഇവൻ കാട്ടിക്കൂട്ടുന്നില്ലേ? ഭാഷ പ്രതിനിധീകരിക്കുന്ന ലോകത്ത് തന്നെ ഭാഷ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്നത് അധ്യാപകർ, അവരെ പ്രതിനിധീകരിക്കുന്ന ആളാണ്. ഞാൻ പറയുമ്പോഴേ എൻ്റെ വാക്കുകളിൽ നിന്ന് ആ പ്രതിനിധീകരണം വേറൊരിടത്തേക്ക് പോകരുത്. അതിനാണ് എക്സ്പ്ലനേഷൻ. മാഷും കേൾക്കുന്നവരും ചിലപ്പം വേറൊരിടത്തേക്കാണ്. മാഷയും എന്നെയും രണ്ട് പ്രതിയോഗിയായി കണ്ടിട്ട് ഇവരുടെ ലോകത്തിരുന്നു കൊണ്ട് വേറെ ആയിരിക്കും കണക്ക് കൂട്ടുന്നത്. മാഷ് പ്രതിനിധീകരിക്കുന്ന ഒരു ലോകം അധ്യാപക വൃത്തിയുടെ ഒരു ലോകമാണ്. ശരിയാണ്. മാഷ് അറിയപ്പെടുന്ന കേരളത്തിലെ, വടക്കൻ കേരളത്തിലെ ഒരു തറവാടിനെ പ്രതിനിധീകരിക്കുന്നുണ്ടെങ്കിൽ അത് മാഷ് പ്രതിനിധീകരിക്കുന്ന രംഗമാണ്. ഇപ്പം 2. 3, മാഷിനെ സംബന്ധിച്ചിടത്തോളം മാഷൊരു പൊളിറ്റിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പൊളിറ്റിക്സിൻ്റെ മൊത്തം ലോകം മാഷ് പ്രതിനിധീകരിക്കുന്നതാണ്. മൊത്തം എന്ന പദം ഞാൻ ഉപയോഗിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മൊത്തം പൊളിറ്റീഷ്യൻസിനും ഒരു ആദർശമല്ലാതെ അനേക ആദർശങ്ങളോ പ്രത്യയശാസ്ത്രങ്ങളോ ഇല്ല. അതിനെ പിൻപറ്റിയാണ് ഇവയെല്ലാം നിൽക്കുന്നതെങ്കിലും ഏത് നിമിഷവും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറി പ്രവർത്തിക്കാവുന്ന വിധം സുതാര്യമാണ് ഇന്ത്യൻ പോളിറ്റി. അതാര്യമല്ല. ഏതു വ്യക്തിക്കും ലൗകികമായ ഏതെങ്കിലും കാരണം കൊണ്ട് ഒന്നിനോട് വിട പറയാൻ തോന്നിയാൽ മറ്റൊന്നിൽ പ്രവർത്തിക്കുവാൻ വിഷമമുണ്ടാകില്ലാത്ത വിധമാണ് ഇന്ത്യൻ പോളിറ്റി എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യയശാസ്ത്രമില്ല എന്നുള്ളത് തീർച്ചയാണ്. പ്രത്യയശാസ്ത്രവും അതിൻ്റെ പ്രതിബദ്ധതയും ഉണ്ടെങ്കിൽ പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയുള്ള പോളിറ്റിയിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാഞ്ചാടുവാനോ മാറുവാനോ പ്രവർത്തിക്കുവാനോ ഒരുവനും പറ്റില്ല, അവൻ്റെ പരിമിതി കൊണ്ട് എന്നുള്ളതും. അങ്ങനെ ഒരുവൻ ചെന്നാൽ അവന് ചേരാൻ അവിടെ ഒരു സാധ്യതയും കൊടുക്കില്ല മറ്റുള്ളവരുടെ അറിവ് കൊണ്ട് എന്നുള്ളത് കൊണ്ട് അങ്ങനെ അല്ലാത്ത ഒരു പോളിറ്റി ടോട്ടലാണ്. അവിടെയും പ്രതിനിധീകരിക്കുന്നതാണ്. ഈ തലത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അറിയാതെ
മാഷ്ടെ വിശേഷ ക്വാളിറ്റിയുമായി ഞാൻ പറയുന്ന അടുത്ത വാക്കിനെ എടുക്കരുത്. എടുത്താൽ എനിക്ക് മുന്നോട്ട് പോകാൻ പ്രയാസമാണ്. അവിടെ മാഷ് നോക്കിയാൽ അവിടെ ഇരുന്നു കൊണ്ട് ഇന്ന് ലോകത്തിലുള്ള എല്ലാ ന്യൂനതകളോടും കൂടിയ ആളുകൾ വളരെ പേർ ആ രംഗത്ത് വിരാജിക്കുന്നുവെന്നറിയാം. ഒട്ടേറെ പേർ, ഒന്നോ രണ്ടോ അല്ല, ഒരു മടിയുമില്ലാതെ അവർ ഈ രംഗത്തെ കൈയടക്കി പോകും. അവരെങ്ങനെയാണ് അതിനകത്ത് വന്നുപെട്ടത്? ഗുണം കൊണ്ടാണോ? അവരാണോ ഇതിനെ നശിപ്പിക്കുന്നത്? അവരാണോ ഇതിൻ്റെ പ്രതിബദ്ധതകൾ തകർക്കുന്നത്? അവരാണോ ഈ ശാസ്ത്രത്തെ ദുഷിപ്പിക്കുന്നത്? ഇങ്ങനൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ആണെന്നല്ലാതെ അല്ലെന്നൊരുത്തരമോ സംശയമോ ലഭിക്കില്ല. ശരിയല്ല. ഇനി ഇൻഡിവിഡ്വലായി എടുത്താൽ അധ്യാപകനായിരിക്കെ പൊളിറ്റീഷ്യനായിരിക്കെ 1000 കാര്യങ്ങളിൽ ആദർശപരമായി പുറത്ത് ഉറക്കെ പറയുമ്പോഴും ചിലപ്പോൾ വെള്ളമടിച്ച് വഴി കിടക്കുക, ചിലപ്പോൾ പോയി ഭാര്യയെ എടുത്തിട്ട് പൂശുക, ഇതൊക്കെ ചെയ്യുന്നവരും ഇല്ലാതില്ല. ശരിയല്ല. പലപ്പോഴും നിങ്ങൾ പ്രസ്ഥാനങ്ങൾക്ക് കുറെ കാലത്തേക്കെങ്കിലും ഇവരെ താലോലിക്കുകയോ ചില പ്രതിബദ്ധതകളാൽ നിങ്ങളുടെ പ്രത്യയശാസ്ത്രങ്ങളോടുള്ള പ്രതിബദ്ധതയേക്കാളേറെ ഇവൻ്റെ വൃത്തികേടുകളോട് പ്രതിബദ്ധതയോടുകൂടി ഇവനെ താലോലിക്കുകയോ ചുമക്കുകയോ ചെയ്ത് അവസാനം സംവത്സരങ്ങൾക്ക് ശേഷം നിങ്ങളുടെ പ്രത്യയശാസ്ത്രങ്ങൾക്കെല്ലാം പറയേണ്ടി വരും, പഴയ കാലത്ത് നടന്ന സംഭവമാണ്, ബൈലോ വായിച്ചു നോക്കട്ടെ, ശിക്ഷിക്കാൻ പറ്റുമോ പറ്റുകയില്ലയോ എന്ന് പറയേണ്ടി വരും. Am I right? Yes. അതിന് പേര് ഞാനൊന്നും ഇടുന്നില്ല. ഇവിടെ എല്ലാം ഗുണങ്ങൾ വിപരീതമാണ് ആയാണ് വരുന്നത്. ഗുണങ്ങളെ അറിയാത്തത് കൊണ്ടല്ല. എൻ്റെ ഗുണങ്ങളെ എനിക്കാണ് നന്നായി അറിയുന്നത്. തനിക്കത് സംശയം മാത്രമാണ് ഉണ്ടാകുന്നത്. ഗുണങ്ങളെ തിരിച്ചറിയുന്ന ഞാൻ താൻ എന്നോട് സംശയം ചോദിച്ചാൽ തന്നെ എൻ്റെ ഗുണം അതല്ല എന്ന് മറച്ചു വയ്ക്കാൻ ഒരുങ്ങുന്നിടത്താണ് ദുഃഖം മുഴുവൻ വരുന്നത്. ഒരു വ്യക്തി എന്ന് അവനവനോട് സത്യസന്ധത പുലർത്തുന്നു, അന്ന് അവൻ്റെ ആനന്ദം ആവിർഭവിക്കുന്നു. എൻ്റെ ഗുണം ഒന്നായിരിക്കെ ആ ഗുണത്തിന് അനുഗുണമായ അല്ലാത്ത ചേർച്ചകളെല്ലാം ദുഃഖത്തെ ഉണ്ട്, സംഘർഷത്തെ ഉണ്ട്. ആ ചേർച്ചയ്ക്കായുള്ള ദാഹം അയാളെ എൻ്റെ ഗുണത്തിലേക്ക് കൊണ്ടുവരുവാൻ ഞാനും എന്നെ ആ ഗുണത്തിലേക്ക് കൊണ്ടുപോകാൻ അയാളും ശ്രമിക്കും. ഈ സംഘർഷമാണ് ആധുനിക വിദ്യാഭ്യാസവും ആധുനിക മാനവികതയും നേരിടുന്നത്. അതിനുള്ളൊരു മത്സരമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇവൻ നമ്മുടെ കൂടെ ഉണ്ടാവും. പ്രിയം കൊണ്ട് മുകളിലേക്ക് പിടിച്ചു കയറ്റുവാൻ ശ്രമിച്ചാലും പ്രിയം കൊണ്ട് താഴേക്ക് വലിച്ചിടുവാൻ ശ്രമിച്ചാലും രണ്ടു കൂട്ടർക്കും ദുഃഖം മാത്രമേ ഉണ്ടാവൂ. ഗുണങ്ങളെ ആസ്പദമാക്കി നീയാണ്, ഞാനാണ്, നമ്മൾ തമ്മിൽ കൊടുക്കവാങ്ങലുണ്ട്,
ഞാൻ നീ അല്ലാത്ത രംഗങ്ങളിലെ കുറേ സാധനങ്ങൾ എനിക്ക് ആവശ്യമുണ്ട്. അത് നിന്നോടാണ് ഞാൻ ഇടപെടുക. മാന്യമായ ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ ഞാനും നീയുമായുണ്ട്. അത് എന്നുവരെ മാന്യമായി നിൽക്കുന്നോ, നീയായും ഞാനായും എന്നുവരെ നിൽക്കുന്നുവോ അന്നുവരെ നാം തമ്മിലുള്ള എല്ലാ ഭൗതികമായ ഇടപാടും ആനന്ദപ്രദമാണ്. ഒരു ഭൗതികവും നിങ്ങളെ ദുഃഖിപ്പിക്കില്ല. ശ്രദ്ധ വേണ്ടാത്തതാണ് ഒരളവിൽ. കാരണം ഇത് നാച്ചുറലായി നടക്കും. തിരിച്ചറിവെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഗുണം അറിയണം, അത് നമുക്കറിയാം. പക്ഷെ നമുക്കത് ഇഷ്ടമല്ലാതാവും. ആരൊക്കെയോ പറഞ്ഞും വായിച്ചും പത്രത്തിൽ വായിച്ചും കേട്ടും പ്രസംഗിച്ചും ഏതോ ഗുണങ്ങൾ മോശമാണെന്നും ഏതൊക്കെയോ നല്ലതാണെന്നും ഒക്കെയുള്ള തെറ്റിദ്ധാരണകൾ നമുക്ക് വന്നിരിക്കുന്നു. എന്നിട്ട് ഈ ചെറ്റത്തരെല്ലാം ചെയ്യേണ്ടിയും വരുന്നു ലാസ്റ്റ്. ശരിയല്ല? അതാണ് ഇതിന്റെ ഗതികേട്. അങ്ങനെയാണ് ജന്മം പാഴാക്കുന്നത് മനുഷ്യൻ. അപ്പോഴേ ഈ സംഘർഷവും കോപവും ഒക്കെ വരുന്നത്, ലോകം നന്നാകാത്തതിന്റെ കോപമൊക്കെ വരുന്നത് അപ്പോഴാണ്. അല്ലെങ്കിൽ ഒരു കോപവും വരില്ല. അവനവന്റെ ഗുണങ്ങളിലേക്ക് ലോകത്തെ മുഴുവൻ കൊണ്ടുവരാൻ ഒരുവൻ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഓരോരുത്തരും അവരവരുടെ ഗുണങ്ങളിൽ ഇരുന്നു കൊണ്ട് സാർവലൗകികമായ നീതിയെ അനുവദിക്കുവാനും അനുഭവിക്കുവാനും പാകത്തിനായിരിക്കണം ഒരുവൻ ചിന്തിക്കുന്നത്. ആ ചിന്തയ്ക്ക് മാത്രമേ സാമഞ്ജസ്യമുണ്ടാവൂ, അത് മാത്രമേ പ്രായോഗികമാവൂ. അതുകൊണ്ട് മാത്രമേ കൊടുക്കവാങ്ങലുകളെല്ലാം ചാരുവാവും. ഇത് പ്രാചീന രീതിയിൽ ജീവിക്കുമ്പോൾ ഇന്നും ഇന്ത്യയുടെ വടക്കൻ ഭാഗങ്ങളിൽ ചെന്നാൽ നിങ്ങൾക്ക് നേരിട്ട് കാണാം. Am I right? പക്ഷെ ഇവിടുന്ന് ഒരു ആക്ടിവിസ്റ്റ് എന്നാൽ അവിടെ മുഴുവൻ പീഡനമാണ്. അത് അനുഭവിക്കുന്നവന് ഒരു പീഡനവും ഇല്ല. മനസ്സിന്റെ സന്തോഷം, ശരീരത്തിന്റെ നില എന്ന് തമ്മിൽ വളരെ അന്തരമുണ്ട്. ശരീരത്തിൽ വീഴുന്നതെല്ലാമാണ് നിങ്ങൾക്ക് പീഡനമെന്ന തോന്നൽ മലയാളിക്ക് ഉണ്ടാകുന്നത് ആംഗലേയ വിദ്യാഭ്യാസമുണ്ട്. എന്റെ അത് അതിന്റെ സുഖം അറിയണമെങ്കിൽ കാരണം ആ തല്ല് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാവണം. ആ മനസ്സ് നിങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അതിന്റെ മനസ്സിന്റെ രതിയുടെ ലോകങ്ങൾ വേറെയാണ്. നുണ, ഏഷണി, തല്ല്, ആലിംഗനം, വഴക്ക്, പൊല്ലാപ്പ് ഇതൊക്കെയായാണ് കഴിഞ്ഞ തലമുറയിലെ ദമ്പതികളും ജീവിച്ചത്. അതവരുടെ സ്വകാര്യ ജീവിതമായിരുന്നു. അത് പിള്ളേരുടെ മുമ്പിൽ കാണിച്ചില്ല. മനസ്സിലായില്ല? അത് പിള്ളേർക്ക് അജ്ഞേയവുമായിരുന്നു. അത് പിള്ളേരെ കാണിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത് കഷ്ടപ്പാടാണെന്ന് പിള്ളേർ കണ്ടെത്താൻ തുടങ്ങുന്നതും ഈ കഷ്ടപ്പാടിനെ പറ്റി പറഞ്ഞ് രണ്ടു കൂട്ടരും പിള്ളേരോട് രതിയുണ്ടാകാൻ തുടങ്ങിയതും കുടുംബജീവിതം ദുസ്സാധ്യമായതും. മനസ്സിലായില്ല? അവിടെ ഭാര്യ ഭർത്താക്കന്മാരുടെ രതി നഷ്ടപ്പെടാൻ തുടങ്ങി. ജീവിതം ദുസ്സഹമായി.
അവിടെ പോയിരിക്കുമ്പോൾ ആചാര്യവര്യന്മാരോടും മറ്റുള്ളവരോടും ഒക്കെ തൻ്റെ കഷ്ടപ്പാട് ഇയാളോടൊപ്പമുള്ള ജീവിതത്തിൻ്റെ പറഞ്ഞ് പുതിയ രതി ഉണ്ടാക്കാൻ തുടങ്ങി. ചെന്ന് കയറുന്ന ആക്ടിവിസ്റ്റുകളോട് പറയുമ്പോൾ അവർക്ക് രതി തുടങ്ങി. ഓഫീസിൽ പോകുമ്പോൾ ഓഫീസിലുള്ളവളോട് തൻ്റെ ബുദ്ധിമുട്ടുകളെ പറ്റി പറയുമ്പോൾ അവൾക്ക് കരുണ പതുക്കെ വളർന്ന് രതി തുടങ്ങി. മനസ്സിലായില്ല? ഇത്തരം ബാഹ്യബന്ധങ്ങളെല്ലാം കുടുംബജീവിതത്തെ ദുസ്സാധ്യവുമാക്കി. ഇതൊക്കെ ഗുണങ്ങൾ അറിയാതെ വന്നുപെട്ട അപകടങ്ങളാണ്. ഒക്കെ ശരിയാണെങ്കിലേ സമ്മതിക്കാവൂ. ഏതെങ്കിലും ഒരെണ്ണം ശരിയല്ലെങ്കിൽ സമ്മതിച്ചു തരരുത്. അങ്ങനെ തോന്നുന്നു. ഒരു അരമണിക്കൂർ ഇരുന്ന് എൻ്റെ ഭർത്താവിനെ പറ്റി ഞാൻ അനുഭവിക്കുന്ന ദുഃഖമല്ല ഒരു ഭാര്യ വന്ന് ഇരിക്കുന്ന ഇതിലെ ഏത് പുരുഷനോട് സംസാരിച്ചാലും കുറച്ച് കഴിയുമ്പോഴേക്ക് അവൾ ഇവൻ്റെ മടിയിലോ ഇവൻ അവളുടെ മടിയിലോ കിടന്നുറങ്ങുന്ന അവസ്ഥയിലെത്തും. ശരിയല്ല? പൊളിറ്റിക്സിലായാലും പതുക്കെ ഒന്ന് തലയിലൊന്ന് തലപൊടി കൊടുക്കും. അതോടുകൂടി മറ്റേ കുടുംബജീവിതം കുത്തുവാളയാവും. കുറച്ച് കഴിയുമ്പോൾ ഇതും കുത്തുവാളയാവും. ഇവൻ്റെ കുടുംബജീവിതവും കുത്തുവാളയാവും. ഇത് മക്കളോട് പറയുമ്പോഴും മരുമക്കളോട് പറയുമ്പോഴും അയൽവക്കംകാരോട് പറയുമ്പോഴും എല്ലാം അറിയാത്ത രതിയുടെ വേറെ ലോകങ്ങളുടെ ചെപ്പ് തുറക്കും. അതുകൊണ്ട് ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണണമെന്നുള്ളത് ഗുണത്തെ അനുസരിച്ചായിരിക്കണം മുന്നേറുന്നത്. അത് ശരിയാണോ എന്ന് നല്ലോണം ആലോചിച്ചു. ഏതെങ്കിലും ഒരെണ്ണം ഞാൻ പിൻവലിക്കണമെങ്കിൽ പറഞ്ഞാൽ മതി, പിൻവലിച്ചു തരാം. നിങ്ങളുടെ ഗുണങ്ങളാണ് നിങ്ങൾ ആദ്യം തിരിച്ചറിയേണ്ടത്. എന്നിട്ട് ലൗകിക ജീവിതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ലൗകിക ജീവിതവും ദുഃഖം തരുന്നതല്ല. ലൗകിക ജീവിതത്തിൽ ദുഃഖമില്ല. ആത്മീയ ജീവിതത്തിലും ദുഃഖമില്ല. പക്ഷെ നിങ്ങൾ ചെന്ന ആത്മീയ ജീവിതത്തിൽ ചെന്നാലും ദുഃഖമാണ്, ഭൗതിക ജീവിതത്തിൽ ചെന്നാലും ദുഃഖമാണ്. ഞാൻ ആ പദം ഉപയോഗിച്ചില്ല. ശാന്തിയോഗത്തിൽ പറയുന്ന ആധ്യാത്മികവും ആദിഭൗതികവും ആദിദൈവികവുമായ മൂന്ന് ദുഃഖങ്ങൾക്കും ശാന്തി തരാമെന്നുള്ള ആ ശാന്തി നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ ഗുണങ്ങൾ കൊണ്ടുവന്ന പാരമ്പര്യം ശാന്തമാകണം. എന്താണ് മൂന്ന് ദുഃഖങ്ങൾ? ആധ്യാത്മിക ദുഃഖം, ആദിഭൗതിക ദുഃഖം, ആദിദൈവിക ദുഃഖം. ആധ്യാത്മിക ദുഃഖം ഏതൊക്കെയാണ്? ആദിബലപ്രവൃത്തം, ജന്മബലപ്രവൃത്തം, ദോഷബലപ്രവൃത്തം. ഇതൊക്കെ നമ്മൾ എടുത്തതാണ് വളരെ ഡീറ്റെയിൽഡായിട്ട്. അത് മറന്നുപോയി. അതാണ് പ്രശ്നം. അത് നിങ്ങൾക്ക് ഓർമ്മ വേണം. ഞാൻ എടുത്ത വഴിയിൽ ഓർമ്മ വേണം. ഞാൻ പഠിപ്പിച്ചതിനോട് ഞാൻ പറഞ്ഞു തന്നത് യോജിപ്പിക്കണം. നിങ്ങൾക്കുള്ള ഗതികേട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് വേറെ ഏതെങ്കിലും ആചാര്യന്മാരിൽ നിന്ന് പഠിച്ചത് ഓർത്തുകൊണ്ടാണ് എൻ്റെ പഠിപ്പിനെ കാണുന്നത്. അവിടുന്ന് കൊണ്ടുവന്നതൊന്നും ഇതിനകത്ത് ചേർക്കരുത്. ഇവിടുന്നുള്ളതൊന്നും കൊണ്ടുപോയി അവിടെ ചേർക്കരുത്. നിങ്ങൾ കുഴയും. ചക്ക കുഴയുന്ന പോലെ കുഴയും. ഒന്നുകിൽ അവിടെ നിന്ന് പഠിച്ചത് പൂർത്തിയാക്കുക, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് പഠിച്ചത് പൂർത്തിയാക്കുക. ഇവിടെ പഠിക്കാൻ വരുന്നവർക്ക് എവിടെയും പോവാം, എനിക്ക് വിരോധമില്ല. അവർ നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട് എൻ്റെ അടുക്ക വരരുത്, പഠിക്കരുത് എന്ന്. നിങ്ങളത് കേൾക്കൂല. ഫലം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. Am I right? ഞാൻ അതിൻ്റെ വസ്തുതയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ ആധ്യാത്മിക ദുഃഖത്തെ, ആദിഭൗതിക ദുഃഖത്തെ, ആദിദൈവിക ദുഃഖത്തെ കാണുന്നത് ഒരു ഒഴുക്കൻ മട്ടിലല്ല. ആദിബലപ്രവൃത്തങ്ങളും ജന്മബലപ്രവൃത്തങ്ങളും ദോഷബലപ്രവൃത്തങ്ങളുമായ മൂന്ന് ദുഃഖങ്ങളാണ് ആധ്യാത്മിക ദുഃഖങ്ങൾ. അവ രണ്ടെണ്ണം പൂർണ്ണമായും ഒരെണ്ണം ഭാഗികമായും നിങ്ങളുടെ ഗുണത്തോട് മാത്രം ബന്ധപ്പെട്ടതാണ്. അത് കറക്റ്റ് ചെയ്യാൻ വളരെ പാടാണ്. കാരണം അത് നിങ്ങൾ കൊണ്ടുവന്നതാണ്. ഇന്നലെ കുടിച്ച മദ്യത്തിൻ്റെ മത്ത് ഇന്നെടുത്ത് കളയാൻ ഇച്ചിരി പണിയാ. മനസ്സിലായില്ല?
ഇന്ന് കുടിക്കാൻ പോകുന്ന മദ്യം വേണ്ടെന്ന് വെക്കാം. മനസ്സിലായില്ല? മറ്റത് നിങ്ങൾ ഹാങ് ഓവറിൽ അവിടുന്ന് കൊണ്ടുവന്നതാ സാധനം. നിങ്ങളുടെ അച്ഛനിൽ നിന്ന്, അമ്മയിൽ നിന്ന്. അച്ഛൻ്റെ ബീജവും അമ്മയുടെ അണ്ടവും അതിൻ്റെ സംയോഗവും സംയോഗ സമയവും അതിൽ പൂർവപിതാക്കന്മാരുടെ ആഹാരവിഹാരാദി നിയമങ്ങളും ഒക്കെ അടങ്ങുന്നതാണ് ആദിബല പ്രവൃത്ത ദുഃഖം. അത് അനുഭവിച്ച് തീർക്കുകയേ നിവൃത്തിയുള്ളൂ. അത് നിങ്ങൾ പൂർവജന്മത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ആദിബലപ്രവൃത്തം മാതൃജം പിതൃജം. നിങ്ങൾ ജനിച്ചു വന്നിരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളെ ഗർഭം ധരിച്ചിരുന്നപ്പോൾ നിങ്ങളുടെ അമ്മ കഴിച്ച ആഹാരത്തെ നിങ്ങളെങ്ങനെ നിയന്ത്രിക്കും? മനസ്സിലായില്ല? അമ്മ പുളിയുള്ളത്, ഉപ്പുള്ളത്, എരിവുള്ളത്, കയ്പുള്ളത്, മധുരമുള്ളത്, ചവർപ്പുള്ളത് ഒക്കെ കഴിച്ചു. ഈ കഴിക്കുന്ന ആഹാരത്തിൻ്റെ രസത്തിൻ്റെ സൂക്ഷ്മാംശം വാതജവും പിത്തജവും കഫജവുമായ വികാരങ്ങളെ നിങ്ങളിൽ ഉണ്ടാക്കിയപ്പോൾ അതിനനുസരിച്ചുള്ള മനസ്സും അതിനനുസരിച്ചുള്ള ശരീരവും ഉണ്ടായി. ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് തിരുത്താൻ കഴിയുക? ഇനി നിങ്ങൾക്കൊരു ഭാര്യ ഉണ്ടാവുമ്പോൾ അവളെ വിധിയാം വണ്ണം ശാസ്ത്രമര്യാദയിൽ കഴിപ്പിച്ചാൽ നിങ്ങൾക്ക് ജനിക്കുന്ന കുട്ടി ചിലപ്പോൾ നേരെയാവും. നിങ്ങളിതുകൊണ്ട് എങ്ങനെ നേരെയാവും? യാദൃച്ഛികതയുടെ മുഴുവൻ രംഗങ്ങളും ഇവിടെയാണ്. ഇത് മുഴുവൻ ചേർത്ത് വെച്ച് സമഗ്രമായി പഠിക്കാതെ ഭാഗികമായി ഏതിനോടെങ്കിലും എതിർത്ത് പഠിച്ചൊരു സ്ഥാനത്തെത്തുമെന്ന് പഠിപ്പിലൂടെ നിങ്ങൾ കരുതുന്നുവെങ്കിൽ അത് ഔപനിഷദികമായ എത്തലല്ല. ഞാനിങ്ങനെ ഇത് വിശദീകരിച്ച് തരുമ്പോൾ പോലും നിങ്ങൾക്ക് പലയിടത്തുനിന്ന് പഠിച്ചവർക്ക് ദേഷ്യമുണ്ടാവും. ഇത് കാരണം ഇത്രയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണോ? ഇത് വെറുതെ തല്ലിപ്പരത്തുകയല്ലേ? ഇതാ സൂത്രരൂപത്തിൽ അതിലെഴുതിയിരിക്കുന്ന പറഞ്ഞാൽ പോരെ, അതിൻ്റെ ഒരു അർത്ഥവും പറഞ്ഞാൽ പോരെ. ഇതുവല്ലോ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ടോ? മനസ്സിലായില്ല? ഇതൊക്കെ നിങ്ങൾക്ക് പോവും. അപ്പൊ നിങ്ങൾ ഇതെൻ്റെ അടുക്കെന്ന് പഠിക്കാൻ അധികാരി അല്ലെന്ന് മാത്രമാണ് അതിന് ഉത്തരം. ദേഷ്യത്തിലുമല്ല, വളരെ സ്നേഹത്തിൽ സൗമ്യമായി. കാരണം നിങ്ങൾക്ക് പിടിക്കാത്തതെല്ലാം ഇതിനകത്തുണ്ടാവും. കാരണം നിങ്ങളുടെ ഗുണം ഇതിനോട് യോജിക്കില്ല. നിങ്ങളുടെ ഗുണം നിങ്ങൾ ഒളിച്ചു വച്ചിരിക്കുന്നു. ഞാനിത് ഓരോന്നും എടുത്ത് പുറത്തേക്ക് ഇടുമ്പോൾ ഇത് വന്ന് നിങ്ങളെ ആ ഗുണം കൃത്യമായി കണ്ടൊരു പോലീസ് പിടിക്കുന്ന പോലെ പിടിക്കാൻ തുടങ്ങുന്നു. ഞാനല്ല പിടിക്കുന്ന, എനിക്കറിയത്തുമില്ല ഈ ഗുണം നിങ്ങളിലുണ്ടെന്ന്. ഞാൻ ഈ ശാസ്ത്രം മാത്രമേ പറഞ്ഞുള്ളൂ. കാരണം ആ വാതക്കലൊരു സാധനം വയ്ക്കുന്നു, നിങ്ങളൊരു ഇരുമ്പുമായി കയറി വരുന്നു, അത് കീന്ന് വെക്കുന്നു. ഇരുമ്പുണ്ടെങ്കിൽ അത് കീന്ന് വെക്കും. മനസ്സിലായില്ല? അതിൽ അകത്തുള്ള സോഫ്റ്റ്വെയർ ഇരുമ്പ് കണ്ടുപിടിക്കാനായതുകൊണ്ടാണ് അത് കീ വെക്കുന്നത്. മനസ്സിലായില്ല? ഈ ശാസ്ത്രത്തിനകത്തൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, അവനായി കീ വെപ്പിക്കുന്ന ഞാനല്ല. പിടിയിട്ടില്ല? നിങ്ങൾക്ക് എന്നോടാ ദേഷ്യം വരിക? നിങ്ങൾ എയർപോർട്ടിലേക്ക് എയർ ബസ്സിൽ കയറാനായിട്ട് ഇല്ലെന്നോ മറ്റവനൊരു സാധനം പിടിച്ചിട്ട് ഇങ്ങനെ വെക്കുന്നു. ഈ സാധനം ഇല്ലാതെ ഇവൻ കണ്ടുപിടിക്കട്ടെ, അപ്പോൾ ഇവൻ്റെ മിടുക്കാണെന്ന് പറയാം. മനസ്സിലായില്ല? നിങ്ങൾക്ക് തന്നെ കേൾക്കാം ഈ ശബ്ദം. കാരണം ഒരു ഇരുമ്പ് എളി വെച്ചിരിക്കുകയാണ്, ഓടിച്ചപ്പോഴേക്ക് കീന്ന് വെക്കുന്നു. ഉടനെ വിളിച്ച് വേറൊരുത്തനോട് പറയുന്ന ഏതാണ്ടൊരു സാധനം ഉണ്ട്, കൊണ്ടുപോയി ചെക്ക് ചെയ്തോളാൻ. ഇവിടെ അങ്ങനെയും ചെയ്യുന്നില്ല. ഈ സാധനം നിങ്ങളുടെ മുമ്പിൽ കാണിക്കുമ്പോഴേ കീ ഞാൻ കേൾക്കുന്നില്ല, നിങ്ങൾ കേൾക്കുന്നു. മനസ്സിലായില്ല? ഈ കീ കേട്ടാൽ ഉടനെ നിങ്ങൾ തിരിച്ചറിയുന്നു. മറ്റവനുണ്ടല്ലോ ആ മുകളിലിരിക്കുന്നവൻ, കഴിക്കാതിരിക്കുന്നവൻ, അവൻ തിരിച്ചറിയുന്നു, എടാ നീ ഞാനറിയാതെ കൊണ്ട് കിടക്കുന്നുണ്ടല്ലേ. അങ്ങനെ മനസ്സിലായില്ല? കയ്യോടെ പിടിക്കുന്നു. ഇത് കണ്ടുപിടിക്കുന്നത് നിങ്ങളാണ്, ഞാനല്ല. എനിക്ക് ഒരു പങ്കുമില്ല, ഞാൻ അറിയുന്ന പോലുമില്ല.
ഞാൻ അറിയേണ്ട കാര്യമില്ല, കാരണം എന്നോട് ബന്ധപ്പെട്ടതല്ല. എൻ്റെ ശരീരത്തിൽ കീക്കി കേൾക്കുമ്പോഴേ ഞാൻ അറിയേണ്ടതുള്ളൂ. ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ ഞാനും കീക്കി എനിക്കപ്പോൾ ചമ്മൽ വരികയില്ല, എനിക്കൊരു തിരിച്ചറിവ് വരും. ആ കൊള്ളാം, ഇന്നലെ എങ്ങനെയാ പറ്റി അവിടെ മനസ്സിലായില്ല. ഇന്നലെ നമ്മളീ പറയുന്ന സമയത്ത് ഈ കീ കേട്ട് അവൻ നമ്മളെ നോക്കാൻ തുടങ്ങി. ആ മുമ്പിലിരുന്നുകൊണ്ട് ഞാൻ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ നമുക്ക് മനസ്സിലായി, കാരണം വെച്ചാൽ ഇത് നമുക്കിട്ടാണ് നോക്കുന്നത്, കീ വരുന്നുണ്ട്. ക്ലിയറായി. അത് ശാസ്ത്രത്തിന്റെ ഗുണമാണ്, നമ്മുടെ പഠിപ്പിക്കലിന്റെ മെച്ചമല്ല. നമ്മളുടെ കഴിവൊന്നും അതിനകത്തില്ല. ഈ സാധനമാണ്, ഈ ഇത്രയും പോകുന്ന ഈ സാധനമാണ് ഈ കണ്ടുപിടിക്കാനുള്ള സാധനം. അങ്ങനെ പഠിക്കണം ഈ സാധനം, അങ്ങനെ പഠിക്കാവൂ ഉപനിഷത്ത്. അതിലൂടെ മാത്രമേ ഇത് പഠിക്കുകയുള്ളൂ. പക്ഷെ അതിന് നല്ല ക്ഷമയും നല്ല അധികാരവും വേണം, ഇല്ലെങ്കിൽ ഇരിക്കാൻ പറ്റൂല, പൊള്ളും. ഒന്നാമത് പരിചയക്കാരായവർ ഇരിക്കുന്നിടത്തിരുന്ന് പഠിക്കുമ്പോൾ അഭിമാനം മുഴുവൻ വ്രണപ്പെടും. അപ്പം ഞാനും അയാളും കൂടിയാണ് ഈ ക്ലാസ്സൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് വേറൊരു തമ്മാടിത്തരത്തിന് പോയേച്ച് വന്നതെങ്കിൽ പഠിപ്പിക്കുമ്പോൾ ഈ കീക്കി അയാൾ കേൾക്കും. മനസ്സിലായില്ല? അയാളുടെ കീക്കി ഞാനും കേൾക്കും, രണ്ടുപേരും കൂടെ പരസ്പരം ഒന്ന് നോക്കും. വേണ്ടിയിരുന്നില്ല. നാളെ മുതൽ അയാൾ വരാതിരിക്കാൻ ഞാനും, ഞാൻ വരാതിരിക്കാൻ അയാളും നോക്കും. മനസ്സിലായില്ല? ഇതൊക്കെ ലോകസംഭാവ്യതയാണ്. അതുകൊണ്ട് ലൗകികമായ ഒരു വിഷയത്തിലും ദുഃഖമില്ല. ആദ്യം പഠിക്കണം ഈ ദുഃഖം. എവിടുന്നാ വന്ന ആദി ബലപ്രവൃത്തം? മാതാവിൽ നിന്ന്, പിതാവിൽ നിന്ന്. ജന്മബലപ്രവൃത്തം മാതാവിൻ്റെ രസജങ്ങളായ തലങ്ങൾ, ഗർഭകാലത്തെ കഴിച്ച ആഹാരത്തിൻ്റെ രസം, ദൗഹത അപചാരജം, ശാരീരികം മാനസികം, അതാണ് ദോഷബലപ്രവൃത്തം. അതാണ് വാതജം, പിത്തജം, കഫജം. ഇങ്ങനെ തിരിച്ച് പഠിപ്പിച്ചിട്ടുണ്ടത്. വളരെ ഡീറ്റെയിൽഡായിട്ട് എടുത്തതാണെന്നാണ് എൻ്റെ ഓർമ്മ. അത് ഓർക്കണം. ആ ശാന്തി ഉണ്ടാകുമ്പോഴാണ് അധികാരിയാകുന്നത്. ഭാഗ്യം കൊണ്ട് ഉത്തമന്മാരായ അച്ഛനമ്മമാർക്ക് പിറന്ന് ഉത്തമമായ ആഹാരം കഴിച്ച് ഉത്തമമായ നിലയിൽ ലോകത്തെ നോക്കിക്കണ്ട് ശാന്തമായി വന്നു കഴിഞ്ഞ് ഇരുന്ന് കേൾക്കുമ്പോൾ ഇതിൻ്റെ സത്യത അങ്ങ് ബോധ്യപ്പെടും. ഇല്ലെങ്കിൽ ഇത് കുറേശ്ശെ കേൾക്കുകയും തിരുത്തുകയും ചെയ്തു വന്നാൽ ഇത് ബോധ്യപ്പെടും. ഇതാണിത് ബോധ്യപ്പെടുന്നതിൻ്റെ ആ ഒരു വഴി. അതാണ്. ഇല്ലാതെ ഇതെല്ലാം കളിച്ചിട്ടും ഇത് ബോധ്യപ്പെടും. അതാണ് ഈ ശ്ലോകം. സാക്ഷിയായ ആത്മാവും വികാരമുള്ള വിഷയങ്ങളിൽ രമിക്കുന്ന ജീവാത്മാവും രണ്ടും സയുക്കുകളാണ്, ഒന്നിച്ചിരിക്കുന്നവയാണ്, ഒരിക്കലും വേർപിരിയാതിരിക്കുന്നവയാണ്. അവയ്ക്ക് വേർപാടില്ല. സയുക്കുകളായും അതുപോലെ തന്നെ സഖാക്കളായും രണ്ടും കൂട്ടുകാരാണ്. അതുകൊണ്ട് വളരെ എളുപ്പമാണ്. ദ്വാരണ്ട് സുപർണ, ശോഭനമായ പർണങ്ങളോടുകൂടിയവ, നല്ല ചിറകുകളോടുകൂടിയവ. ആ പക്ഷികൾ സമാനം ഒരേ വൃക്ഷത്തെ പരിശ്വസജാതി ആശ്രയിച്ചിരിക്കുന്നു. രണ്ടും ഇരിക്കുന്നത് ഈ ശരീരത്തിലാണ്. പരമാത്മാവിൻ്റെ ആവാസവും ജീവാത്മാവിൻ്റെ ആവാസവുമായിരിക്കുന്നത് ഒരേ ശരീരത്തിലാണ്. പരമാത്മാവിനാൽ പരിപൂർണവും ശാന്തവും ജീവാത്മാവിനാൽ വൈകാരികവുമാണ് ഈ ശരീരം. എത്ര പരമാത്മാവിന് പ്രാധാന്യമുണ്ടോ അത്രയും സുഖവും, എത്ര ജീവാത്മാവിന് വിഷയങ്ങളിലേക്ക് ഭോജ്യത്തിന് പ്രാധാന്യമുണ്ടോ അത്രയും ദുഃഖവും കലർന്നതാണ് ഈ ജീവിതം.
ഇതാണ് അതിൻ്റെ രീതി. ഇപ്പൊ ഈ ആലിൻപഴത്തെ, കർമ്മഫലത്തെ കൊത്തി തിന്നാൻ ഒരു സാധനമേ ഉള്ളൂ. ഞാനും നിങ്ങളും ഭുജിക്കുന്നതൊന്നും വ്യവസ്ഥാപിതമായി ഭരണകൂടങ്ങൾ ഉണ്ടാക്കി തരുന്നതല്ല. ഞാനും നിങ്ങളും ഭുജിക്കുന്ന ഒരു സാധനവും ഇവിടുത്തെ വ്യവസ്ഥിതിയുടേതല്ല. ഏത് വ്യവസ്ഥിതിക്കുള്ളിലും ഏതു മനുഷ്യനും ഭുജിക്കുന്നത് അവൻ്റെ കർമ്മഫലങ്ങളെ മാത്രമാണ്. അതുകൊണ്ട് വ്യവസ്ഥിതി എത്ര മാറിയാലും ഒരു ചുക്കുമില്ല. ഈ ഒരു അറിവ് കൊണ്ടാണ് ഇന്ത്യൻ ജനത ഇന്നും നിശബ്ദരായി തുടരുന്നത്. കർമ്മഫലത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനതയ്ക്കുണ്ട്, പാശ്ചാത്യ പഠിപ്പില്ലാത്തവർക്കുണ്ട്. ഇന്ത്യയുടെ ഭൂപടമൊന്ന് മാറ്റാനും ഇന്ത്യയുടെ വ്യവസ്ഥയൊന്ന് മാറ്റിമറിക്കുവാനും ഓടുന്ന മാഷ് രാവിലെ ഏറ്റു കുളിച്ച് തിരക്ക് കാണിക്കുമ്പോൾ അടുക്കളയിൽ നിൽക്കുന്ന സ്ത്രീ സംസാരിക്കുന്നത്, മാഷിന്റെ ഭാര്യ സംസാരിക്കുന്നത്, എന്തുണ്ടാക്കാൻ പോവുക രാവിലെ? അവർക്ക് വിവരമുണ്ട്, യാക്കില്ല. മനസ്സിലായില്ല? പക്ഷെ അത് സമ്മതിക്കൂല. പറ്റും എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കർമ്മം ഈശ്വരാർപ്പണമായി ചെയ്യുന്നതാണ് ഫലത്യാഗം. ഫലത്യാഗം 3 വിധമാണ്. പ്രധാനമായി നാച്ചുറലായി, 4ാമത്തതാണ് ശ്രേഷ്ഠം. ഉറങ്ങുമ്പോൾ എല്ലാം ത്യജിച്ചിട്ടാണ് ഉറങ്ങുന്നത്, ഇല്ലെങ്കിൽ ഉറക്കം വരില്ല. ഇന്നത്തെ മീറ്റിംഗ്, ഇന്നത്തെ തീരുമാനം, ഇന്ന് സമ്പാദിച്ചത്, ഇതെല്ലാം ത്യജിക്കാൻ കഴിയുമ്പോൾ ഉറക്കം വരും. ഓർമ്മയിലിരുന്നാൽ ഉറക്കം വരില്ല. സുഷുപ്തിയിൽ ത്യാഗമുണ്ട്, ബോധപൂർവമല്ല. മൂർച്ഛയിൽ ത്യാഗമുണ്ട്. മനസ്സിലായില്ല? സ്നേഹിക്കുന്ന ഭാര്യ, വളരെ സ്നേഹനിധിയായ കുട്ടിയെ മടിയിലിരുത്തി കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുഷുപ്തി വരുന്നതെങ്കിൽ കുട്ടിയെ എടുത്ത് താഴെ ഇരുത്തും. മനസ്സിലായില്ല? ഭാര്യ ശാരീരിക ബന്ധത്തിന് നിർബന്ധിക്കുകയാണെങ്കിലും ഉറക്കം വന്നു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ഉറങ്ങട്ടെ എന്ന് പറയും. ഏത് മീറ്റിംഗ് എത്ര ഗംഭീരമായി നടക്കുകയാണ്, ലോകം ഇടിഞ്ഞു വീഴാൻ പോവുകയാണെങ്കിലും അതിനിടെ പറയും ഞാൻ ഒന്ന് ഉറങ്ങിയിട്ട് വരാം. അതിനിടയിൽ ഇതങ്ങ് പോയാൽ പൊക്കോട്ടം. ശരിയല്ല. അവിടെ ത്യാഗമുണ്ട് എല്ലാ വിഷയങ്ങളിലും. ഒരാൾ മൂർച്ഛയിലേക്ക് വീണാൽ സർവസ്വവും ത്യാഗമായി. സുഷുപ്തിയിൽ ഇതിന്റെ ബീജമിരിപ്പുണ്ട്, തിരിച്ചു വരാൻ. മറ്റതിൽ അതുമില്ല. മനസ്സിലായില്ല? ത്യജിച്ചപ്പോഴാണ് സുഖമെന്ന അനുഭവം ഉണ്ടായവൻ ആ അനുഭവത്തിൽ നിന്നൊരു പാഠം പഠിച്ചിട്ട് തൻ്റെ കർത്തൃത്വം ത്യജിക്കാനാവില്ല എന്നറിഞ്ഞ് ഭോക്തൃത്വം ത്യജിക്കുന്നതാണ് കർമ്മഫലത്യാഗം. കർമ്മത്തിന്റെ 2 അംശമാണ് കർത്തൃത്വവും ഭോക്തൃത്വവും. അതെ, കർത്തൃത്വം ത്യജിക്കാൻ എളുപ്പമല്ല, തന്നെ പോയി കിട്ടണം. ഭോക്തൃത്വം ത്യജിക്കാം. എല്ലാ കർമ്മത്തിൻ്റെയും ഫലം ഭോക്തൃത്വമാണ്. യാതൊരുവൻ ഭോക്തൃത്വത്തെ ത്യജിച്ചിരിക്കുന്നുവോ അവനറിയാം
ഇത് ഗുണങ്ങളാലാണ് നടക്കുന്നത്. കർമ്മഫലം മാത്രമാണ് ലോകം അനുഭവിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് ഇന്ത്യ അനാഥാലയങ്ങളും കുന്തവും കുടച്ചക്രവും ഒന്നും ഉണ്ടാക്കി രക്ഷിക്കാനൊന്നും പോകാതിരുന്നത്. കാരണം കർമ്മഫലങ്ങൾ അനുഭവിച്ചു തീരുമ്പോഴേ സ്വച്ഛന്തമാവും. മറ്റുള്ളവന്റെ കർമ്മഫലങ്ങളെ അവൻ അനുഭവിക്കുവാൻ ഇടയുണ്ടാക്കാത്തൊരു വിദ്യാഭ്യാസത്തിന്റെ വൈകല്യം അതിൽ പെടുന്നവനെല്ലാം ദുഃഖിക്കുന്നു എന്നുള്ളതാണ്. മര്യാദയ്ക്ക് വീട്ടിൽ കഞ്ഞിയും കുടിച്ച് സുഖമായി കിടന്ന് കാർന്നന്മാർ ചെയ്തപോലെ മുറ്റത്തിറങ്ങി 2 വാഴയുടെ ചുവടും കിളച്ച് ജീവിച്ച് ശാന്തമായി പിള്ളേരെയും നോക്കി പോകേണ്ട കാലം മുഴുവൻ ലോകം നന്നാക്കാൻ ഓടി നടന്ന് ലോകം നന്നാകുകയില്ല എന്ന് പരാതിയും പറഞ്ഞ് ഈ ലോകം ഇനി ഒരിക്കലും നന്നാകില്ല, ഞാൻ നന്നാക്കിയിട്ട് നന്നാകുകയില്ലെങ്കിൽ ഇനി ആര് നന്നാക്കിയാലും നന്നാകുകയില്ലെന്ന് പ്രാഗി കുളം വരുത്തി നടക്കുകയാണ് മാന്യന്മാർ. ചോദിച്ചു വാങ്ങിച്ചതാണ്. പറഞ്ഞതിൽ ശരിയുണ്ടോ? ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് വളരെ രസകരമാണിത്. ഇതാ മുകളിലിരുന്ന് ഇങ്ങനെ നോക്കണം, അപ്പോഴാണ് ഇത് കാണുക. ഇത് നമുക്ക് കുഴപ്പമെവിടെയാന്ന് വെച്ചാൽ നമ്മൾ ഭൂമിയിൽ ഈ കൂട്ടത്തിൽ നടന്നുകൊണ്ടാണ് പഠിക്കുന്നത്. അങ്ങനെയാ പഠിക്കുന്നത്. അതാണ് പഠിത്തം എന്നുള്ളത് പാശ്ചാത്യമാണ്. അതാണ് നിങ്ങൾക്ക് സമ്മതം. ഒരു വിമാനത്തിൽ കയറി മുകളിൽ ഇരുന്നുകൊണ്ട് ഇതെല്ലാം ഒന്ന് നോക്കി കാണണം. അപ്പൊ ഈ തീപ്പെട്ടികളെല്ലാം ഒരുപോലെ ആയിരിക്കും. ഇതാണ് അതിൻ്റെ രസം. ഈ രസം നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുമ്പോൾ കിട്ടിയെങ്കിൽ എന്നെ പഠിപ്പിച്ച ആചാര്യൻ തന്ന വിദ്യ കുറച്ചെൻ്റെ കയ്യിലുണ്ട്. കിട്ടിയില്ലെങ്കിൽ എൻ്റെ കുഴപ്പമാണ്, ആചാര്യൻ്റെ കുഴപ്പമല്ല. നിങ്ങൾ എന്നെ കാണരുത്, അവരെ പോയി കണ്ടാൽ പഠിക്കാം. ഇതാണ് നമ്മൾ പഠിച്ചത്. ഇങ്ങനെയാണ് ഉപനിഷത്ത്. %100% പ്രാക്ടിക്കൽ. കർത്തൃത്വം ത്യജിക്കൽ എളുപ്പമല്ല, ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ഭോക്തൃത്വം കുറെ കാലം ത്യജിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കർമ്മം ഉണ്ടാകാതാവുകയും കർമ്മഫലം ത്യജിച്ച നിങ്ങളിൽ നിന്ന് കർമ്മം ത്യജിക്കപ്പെടുകയും ചെയ്യുമ്പോൾ കർമ്മമില്ലാത്ത നിങ്ങൾക്ക് എന്തിൽ കർത്തൃത്വം ഉണ്ടാകാൻ? ഒന്നും അറിയാതെ ഇതങ്ങ് ഇറങ്ങിപ്പോകും. അപ്പോഴാണ് നിങ്ങളുടെ റിയൽ എക്സിസ്റ്റൻസ്. അതുവരെ നിങ്ങളുടെ ഒബ്ലിക്ക് എക്സിസ്റ്റൻസ് ആണ്. നിങ്ങളല്ല എക്സിസ്റ്റ് ചെയ്യുന്ന, വിഷയങ്ങളാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളല്ല ഭുജിക്കുന്നത്, നിങ്ങളെയാണ് വിഷയം ഭുജിക്കുന്നത്. മനസ്സിലായില്ല? നിങ്ങളാണ് വിഷയത്തെ ഭുജിക്കുന്നതെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് അത് വരുത്തണം. മനസ്സിലായില്ല? നിനക്ക് വേണമെങ്കിൽ ഇങ്ങ് വാ, ഞാൻ നിന്നെ ഭുജിച്ച് സന്തോഷമാക്കി തരാം, നീങ്ങി നടന്നു വാ. ഇത് നിങ്ങൾ അങ്ങോട്ട് നടന്നു ചെല്ലുകയാണ്. മനസ്സിലായില്ല? അവൻ നിങ്ങളെ അങ്ങോട്ട് അടുപ്പിക്കുകയാണ്. ആഗ്രഹം ആദ്യം ഉണ്ടാവുക, അതിനുള്ള ഹോർമോണുകൾ തയ്യാറാവുക, അതിൻ്റെ ദേവത നിങ്ങളോട് അങ്ങോട്ട് സഞ്ചരിക്കാൻ പറയുക, അത് അന്വേഷിച്ച് അവിടെ ചെല്ലുക, അത് ഇല്ലാതെ പറ്റില്ല എന്ന് തീരുമാനിക്കുക, അതിൽ കമിഞ്ഞു കിടന്ന് ആർത്തി കൊണ്ട് തിന്നുക, അത് നിങ്ങളെ ആസ്വദിക്കുക, നിങ്ങളുടെ വയറും ശരീരവും എല്ലാം കുളവാകുക. ശരിയല്ല. എന്നിട്ട് പറയുക ഞാൻ ഭുജിച്ചു. എവിടെ ഞാൻ ഭുജിച്ചു? എന്നെ ഭുജിച്ചു എന്നല്ലേ പറയണ്ടേ? ശരിയല്ല. മാന്യനായിരുന്ന നിങ്ങൾ, മനോഹരനായിരുന്ന നിങ്ങൾ, മറ്റുള്ളവരോട് നന്നായി പെരുമാറുന്ന നിങ്ങൾ ഒരു കുപ്പി ചാരായത്തിന് ആഗ്രഹിക്കുന്നു. രസമാണ്. മനസ്സിലായില്ല? ഓരോരുത്തരുടെ പോക്കറ്റിലും തപ്പുന്നു, ഒരുത്തനെ വിളിക്കുന്നു, കുപ്പി അടിച്ചില്ല, വല്ലതും ഉണ്ടോ, എങ്ങനെയാ ഞാൻ വന്നാൽ വല്ല രക്ഷയുണ്ടോ, നമുക്കൊന്ന് പാർട്ടി കൂടാൻ പറ്റുമോ? ഒന്നും പറ്റിയില്ല. ഇറങ്ങി അവസാനം പോയി ബിവറേജസ് കോർപ്പറേഷൻ്റെ വാതിക്കൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു മാന്യൻ വന്ന് വണ്ടിയിൽ ഇറങ്ങുന്നു, ഞാൻ മേടിച്ചു തരാം. ക്യൂ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? നേരെ പോയി ക്യൂ നിൽക്കുന്നു, ഒന്ന് മേടിച്ചു കൊടുക്കുന്നു, ഒന്ന് കയ്യിലാകുന്നു.
ആർത്തിയോടുകൂടി ഇതും കൊണ്ട് അങ്ങോട്ട് മാറിയിരുന്ന് കടിച്ചു പൊട്ടിച്ച് നേരെ അങ്ങ് ഒഴിക്കുന്നു. ഒഴിച്ചു കഴിഞ്ഞാൽ അവൻ വിചാരിക്കുന്ന ഗോഷ്ഠി കാണിക്കുകയല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വല്ലതും ചിന്തിക്കാൻ പിന്നെ പറ്റുമോ? എന്നിട്ട് പറയുന്നു നിങ്ങൾ മദ്യപിച്ചു. നിങ്ങൾ എവിടെ മദ്യപിച്ചു? മദ്യം നിങ്ങളെ പിച്ചു. എന്നിട്ട് നിങ്ങൾ മാന്യനായിട്ട് നടക്കുന്നു. ശരിയല്ല. ഇതൊക്കെ നിങ്ങൾ എന്നോട് യോജിക്കുമോ എന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെയാണ് ഈ ലോകത്തെ കാണുന്നത്. എൻ്റെ കാഴ്ചപ്പാട് ശരിയാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ എൻ്റെ കാഴ്ചപ്പാട് ഇതാണ്. ശരി, ചിലപ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടാകാം. പക്ഷെ ഈ കാഴ്ചപ്പാടുള്ള എനിക്ക് മാറാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. മനസ്സിലായില്ല? ആ കാഴ്ചപ്പാടുള്ള നിങ്ങൾ മാറിയാലും ഞാൻ പെട്ടെന്ന് മാറൂല. കാരണം ഈ കാഴ്ചപ്പാടിന് അതിനെ കൂടെ ഉൾക്കൊള്ളാവുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. മനസ്സിലായില്ല? ഇതാണ് അതിൻ്റെ വ്യത്യാസം. ഇത് വിഷയലോകങ്ങളിൽ ഏതെടുത്താലും സത്യമാണ്. ഞാൻ പോയി ചാടിയാലും അതെ. ഇതുകൊണ്ട് ഞാൻ പോയി ചാടുകയല്ലെന്നൊന്നും വിചാരിക്കണ്ട. ഞാനും ചാടും. പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ചാടുകയാണ്. ചാടിക്കൊണ്ടിരിക്കുമ്പോഴും എനിക്കിതറിയാം. മനസ്സിലായില്ല? ഈ വിഷയത്തിൽ നമ്മൾ കൊടുത്ത ഗുണം തന്നെയല്ലേ അത് തിരിച്ച് നമ്മളിലേക്ക് വരുന്നത്? അല്ലാതെ വിഷയത്തിലുള്ള ഗുണം നമ്മളിലേക്കോ നമ്മുടെ വിഷയത്തിലേക്കോ അല്ലല്ലോ. അല്ല, ഗുണങ്ങൾ സമാനങ്ങളായതുകൊണ്ട് കലരുകയാണ് ചെയ്യുന്നു. സമാന ഗുണങ്ങൾ തമ്മിലേ ചേർച്ചയുള്ളൂ. അത് കലരും. മദ്യത്തില് 10 പേര് മദ്യത്തെ കാണുന്നത് 10 തരത്തിലായിരിക്കും. അതെ, 10 ഗുണങ്ങളാണ് മദ്യത്തിലേക്ക് അവരാരോപിക്കുന്നത്. ആരോപിക്കുന്ന ഗുണവും പ്ലസ് അതിൻ്റെ ഗുണവും ചേർന്നാ കളിക്കുന്നത്. ഒരു ഗുണവും ആരോപിക്കാതെ മദ്യം കഴിച്ചാലും അടിച്ചു വീഴും. കാരണം ആദ്യമായിട്ട് കഴിക്കുന്നവൻ അടിച്ചു വീഴുന്നത് അങ്ങനെയാണ്. ഇതെന്താണെന്ന് അറിഞ്ഞിട്ടേ അല്ല. പിന്നെയാണ് ആരോപണം കൊണ്ട് കുറേശ്ശെ രക്ഷപ്പെട്ടു വരുന്നത്. ആദ്യം ഒരു 10 തുള്ളി അടിച്ചാൽ മതി, പിമ്പിരിയാവും. മനസ്സിലായില്ല? പിന്നെ ഒരു ലാർജ് അടിച്ചാലും പിമ്പിരിയാവില്ല. അത് ആരോപണം കൊണ്ടാണ്. ആരോപിച്ചാണ് ഇതിൻ്റെ വീര്യം നമ്മളിൽ പ്രവർത്തിക്കുന്നത് കുറയുന്നത്. മറ്റേത് ആദ്യമാകുമ്പോൾ അവൻ്റെ ഗുണം നമ്മളെ ആദ്യം വീഴിച്ചെടുക്കും. അത് വളരെ രസമാണ്. അന്നേരം കാണിക്കുന്ന ഗോഷ്ഠികളാണ് ഏറ്റവും രസം. എല്ലാത്തിനും ഇത് കൊള്ളാം. അത് ആരോപിച്ചതാണ്. മനസ്സിലായില്ല? ഒരാളെ വിളിച്ചുകൊണ്ടുപോയി, ഇതിനകത്തിരിക്കുന്ന പച്ചയായ ഒരുത്തനെ വിളിച്ചുകൊണ്ടുപോയി ഒരു കട്ടൻ ചായയിലേക്ക് ഒഴിച്ച് പയ്യാൻ കൊടുത്താൽ അവൻ അറിഞ്ഞുകൊണ്ടും ആരോപിച്ചിട്ടൊന്നുമല്ല, അവൻ കട്ടൻ ചായയാണ് കുടിക്കുന്നത്. പക്ഷെ 10 മിനിറ്റ് കഴിയുമ്പോഴേക്കറിയാം ഇവനെന്തൊക്കെ കാണിക്കുമെന്ന്. അങ്ങനെ കാണിച്ച് ശീലമായിട്ടാണ്. ഇപ്പം ഇത് കാണിക്കാതിരിക്കാൻ പറ്റില്ല. ഇപ്പം ഇവനെ നിത്യനിരന്തരമായി മദ്യം ആസ്വദിക്കുകയാണ്. മദ്യം ആസ്വദിക്കുന്നതിൽ ഒരുവൻ അവനെ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് വ്യക്തിത്വമൊന്നുമില്ല. പിന്നെ അവൻ്റെ വ്യക്തിത്വമൊക്കെ ഏച്ചു കെട്ടിയതാണ്. വിഷയങ്ങളെല്ലാം ഇങ്ങനെയാണ്. മദ്യം മാത്രമല്ല, എല്ലാ വിഷയവും ഇങ്ങനെയാണ്. ഏത് വിഷയവും ഈ ലഹരി തരുന്നതാണ്. ഏതും എല്ലാ കോക്കാമ്പീച്ചിയും കാണിക്കുന്നതാണ്. അതിന് പകരൊരു പദം ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനൊരു പദം മലയാളത്തിലുണ്ടോയെന്നും എനിക്കറിയില്ല. ഇതിനൊക്കെ മലയാളത്തിൽ പദമില്ലെങ്കിലും ഇങ്ങനെയുള്ള ചില പദം കൊണ്ടാണ് ഒരു ഐഡിയ കിട്ടുന്നത്. ഏകദേശം ഒരു പക്ഷേ നന്നായി ഒരു രൂപം കിട്ടുന്നത് അപ്പോഴാണ്, അല്ലേ? അർത്ഥമുള്ളത് പറഞ്ഞാൽ അത് പരിമിതമായേ ചിലപ്പം മനസ്സിലാവുള്ളൂ. അർത്ഥമില്ലാത്തതാകുമ്പോൾ ചിലപ്പം എല്ലാ അർത്ഥവും അതിനുണ്ട്. അപ്പം അതുകൊണ്ട് ഒരേ വൃക്ഷത്തെ ആശ്രയിച്ചാണ് രണ്ടും ഇരിക്കുന്നത്. തയോഹോ,
അവയിൽ അന്യഹ ഒന്ന്, പിപ്പലം ആലിൻ പഴത്തെ സ്വാദു രുചിയോടുകൂടി അത്തി ഭക്ഷിക്കുന്നു. നല്ല രുചിയോടുകൂടിയാണ് ഈ വിഷയഭോഗങ്ങളെ അനുഭവിക്കുന്നത്. ജീവാത്മതലത്തിൽ നിൽക്കുന്ന ഭോഗമുള്ള ബോധം വളരെ സ്വാദോടുകൂടിയാണ് ഈ ലോകത്തെ അനുഭവിക്കുന്നത്. സാധു അത്തി സ്വാദിഷ്ടമായി ഭുജിക്കുന്നു. മറ്റേത് അന്യഹ മറ്റൊന്ന്, അനശ്വനൻ ഭക്ഷിക്കാതെ നോക്കിയിരിക്കുന്നു. ഇപ്പൊ മരത്തിന്റെ പഴങ്ങൾ കർമ്മഫലങ്ങളാണ്, അതുകൊണ്ടാണ് സ്വാദോടുകൂടി അശിക്കുന്നത്. കർമ്മമുണ്ടോ? കർമ്മഫലങ്ങളുണ്ട്. അതിൻ്റെ ഭോക്തൃത്വം വരാതിരിക്കണം എങ്കിൽ കർമ്മങ്ങളെ ഈശ്വരാർപ്പണപൂർവം ചെയ്യണം. കർത്തവ്യ കർമ്മങ്ങളെ മാത്രം ചെയ്യണം. ഇതിന് വലിയൊരു അപകടമുണ്ട്. ഇത് പഠിക്കാൻ പോകുമ്പോൾ ഈശ്വരൻ എന്ന് പറയുന്നതിനെ മാറ്റി നിർത്തിക്കൊണ്ട് പഠിക്കാൻ പോകും. ബോധം കൊണ്ട് നേരെയാവുമെന്ന് വിചാരിച്ചു പോകും. പിന്നെ ഒരു ജ്ഞാനാഭിമാനം ഉണ്ടാവും, മുക്താഭിമാനം ഉണ്ടാവും. ഞാൻ മുക്തനാണ് തോന്നും. അങ്ങനെ പഠിപ്പിക്കുന്ന ഒട്ടേറെ ആചാര്യന്മാരുണ്ട് ആധുനികരുടെ ഇടയിൽ. എന്തും കഴിക്കാം, എവിടെയും കിടക്കാം, എങ്ങനെയും ജീവിക്കാം, സ്വാതന്ത്ര്യം ഒന്നും കുറയ്ക്കണ്ട. അപ്പം ആളുകൾ ഇത് കേൾക്കുമ്പോൾ ശരിയാന്ന് തോന്നും. അങ്ങനെ ജീവിക്കും. പൂജ വേണ്ട, ഹവനം വേണ്ട, ഈശ്വര വിശ്വാസം വേണ്ട. പക്ഷേ അനുഭവം ഉണ്ടാകണമെങ്കിൽ സ്ഥൂല ശരീരത്തിന് എപ്രകാരം ആഹാരം പഥ്യമാണോ അപ്രകാരം ഉപാസനയും കർമ്മവും കൊണ്ട് മാത്രമേ സൂക്ഷ്മ ശരീരം ശുദ്ധമാവൂ. ജ്ഞാനം കൈവന്നാലും അഭിക്രമദോഷമുണ്ട്. കർമ്മയോഗത്തിൽ അഭിക്രമദോഷമില്ല. അതാണ് രണ്ടും തമ്മിലുള്ള അന്തരം. കർത്തൃത്വത്തെ മാത്രം അംഗീകരിച്ച് കർമ്മഫലങ്ങളെ ഈശ്വരാർപ്പണമാക്കി ചെയ്യുമ്പോൾ പതനമില്ല. മറ്റതിൽ പതനമുണ്ട്. ജ്ഞാനം പൂർണ്ണമാകുന്നതുവരെ പതന സാധ്യതയുണ്ട്. പതന സാധ്യത മാത്രമല്ല, നഷ്ടപ്പെട്ടാൽ വീണ്ടും ആദ്യം മുതൽ തുടങ്ങണം. പതിച്ചാൽ കർമ്മയോഗ അനുഭവത്തിൽ പതിച്ചാൽ എവിടം വരെ ഉണ്ടോ അവിടുന്ന് ഫയൽ ഓപ്പൺ ചെയ്താൽ മതി. ചില കാസറ്റ് മേടിച്ചു കൊണ്ടുപോയി ഇടുമ്പോൾ അതെവിടെയാണോ നിങ്ങൾ നിർത്തിയത് അവിടെ മുതലേ ഓണാവുള്ളൂ. ഓഫ് ചെയ്യുമ്പോഴേ ആദ്യത്തതിലേക്ക് പോവില്ല. മനസ്സിലായില്ല? ചില CD കൊണ്ടിട്ടാൽ നിങ്ങൾ 5 ദിവസത്തെ കണ്ടതാണ്. പക്ഷേ 6-ാം ദിവസമല്ല ഓൺ ചെയ്താൽ വീണ്ടും വരുന്നത്. ഓഫായ 1 മുതലേ വരുള്ളൂ. മനസ്സിലായില്ല? അതുപോലെ ഇത് തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ജ്ഞാനം നേടിയാലും
കർമ്മോപാസനകൾ കളയണമെന്നില്ല. ചിലർ പറയും, ഞാൻ മണിയിലേക്ക് പൂജ ചെയ്തു, ഈശ്വരനെ വന്ദിച്ചു, അതൊന്നും പ്രയോജനമില്ലെന്ന് കണ്ടു, ഇപ്പം ജ്ഞാനിയായിരിക്കുകയാണ്. ജ്ഞാനിയാണെന്നുള്ളതിന് പ്രമാണം എന്താണ് എന്ന് ചോദിക്കുമ്പോഴാണ് വിഷമിക്കുക. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ തെറ്റാണെന്നുള്ളൊരു അറിവ് ജ്ഞാനത്തിൽ പെടുവോ അജ്ഞാനത്തിൽ പെടുവോ? അവിടെയാണ് കുടുങ്ങുക. തെറ്റും ശരിയും അറിയുന്ന, തിരിച്ചറിയുന്ന എല്ലാ ജ്ഞാനവും വൈഷയിക ജ്ഞാനമാണ്. വൈഷയിക ലോകങ്ങളിലെ വിധികളിലും നിഷേധങ്ങളിലും വൈഷയിക ജ്ഞാനം അനിവാര്യമായതുകൊണ്ടാണ് സ്മൃതി തെറ്റും ശരിയും ചൂണ്ടിക്കാണിക്കുന്നത്. സാക്ഷിയായ ആത്മജ്ഞാനത്തിൽ തെറ്റും ശരിയുമില്ല, ശരിയും ശരിയുമേ ഉള്ളൂ. ഇത് തമ്മിലുള്ള ഭേദം അറിയണം. അതൊക്കെ സാമ്പ്രദായികമായി പഠിക്കുമ്പോഴാണ് അറിയുക. സാമ്പ്രദായിക തഥ്യയിൽ മാത്രം. അപ്പോ ഒന്ന് അനാസക്തനായിരിക്കുന്നു, ഒന്ന് ആസക്തനായിരിക്കുന്നു. രണ്ടാണ്. സമയം എന്തായി? അപ്പം ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലാകാം. തീർന്നില്ല, അടുത്ത ക്ലാസ്സിൽ ബാക്കി നോക്കാം. ഇന്ന് അവസാനിക്കും. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമ്മാനല്ലേ ആണോ? ഹോമിയോ കൊടുക്കുന്നത് കൊടുക്കണമെന്നില്ല.